ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവത തത്വ ചർച്ചകളിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും അമൂല്യമായിട്ടുള്ള തത്വങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. തത്വങ്ങളുടെ ഉദ്ദേശം ഈ ഭാഗവതത്തിൽ നിന്ന് ലഭിക്കുന്ന തത്വങ്ങളെ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാം എന്നതാണ് ഇതിൽ നിന്ന് പഠിക്കുന്നത്. തത്വങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പരമാർത്ഥം എന്നാണ്. പരമസത്യം, ഒരിക്കലും മാറാത്ത സത്യങ്ങൾ. ആ സത്യങ്ങളെയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. പൊതുവേ സാധാരണ ജനങ്ങൾ ശ്രീമദ് ഭാഗവത്തെ കഥകളായിട്ടാണ് കാണുന്നത്. അതായത് കൊച്ചുകുട്ടികൾ എങ്ങനെയാണോ പല പല കഥകൾ പഠിച്ച് അതിലൂടെ പല മൂല്യങ്ങളും പഠിക്കുന്നത്, അതേപോലെ ഈ കഥകളെല്ലാം സാങ്കല്പിക കഥകളും അതിൽ നിന്നും നമുക്ക് മനുഷ്യർക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന രീതിയിലാണ് ചില വ്യക്തികൾ ഭാഗവതത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിഹാസം കൂടെയാണ്. യഥാർത്ഥത്തിൽ നടന്ന ചരിതമാണ്. അതിനോടൊപ്പം തന്നെ ആ ഉയർന്ന തത്വങ്ങളെ ജീവിതത്തിൽ ആചരിച്ച ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളുടെ ചരിതമാണ്. ആ ഉയർന്ന തത്വങ്ങളനുസരിച്ച് നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുകൂടെയാണ് നമ്മൾ ഈ ഭാഗവത തത്വങ്ങളിൽ നിന്ന് പഠിക്കുന്നത്. അത് ഒരുപാട് ഭക്തർ അത് ഇഷ്ടപ്പെടുന്നു എന്നറിയാം. ഒരുപാട് ഭക്തർ അവരുടെ ജീവിതത്തിൽ അത് ആചരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അറിയാം. അതാണ് എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ നമ്മൾ ഈ ഭാഗവത തത്വങ്ങൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ആചരിക്കാൻ ശ്രമിക്കുക. അതിലൂടെ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഭാഗവത തത്വങ്ങളിലൂടെ ലഭിക്കും എന്നത് ഉറപ്പാണ്. ഇനി അധികം താമസിക്കാൻ നമുക്ക് ചർച്ചകളിലേക്ക് കിടക്കാം. പിന്നെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഗുരു പ്രണാമ മന്ത്രങ്ങൾ. കാരണം നമുക്ക് ആ ഗുരു ശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് വേണം ഇങ്ങനെയുള്ള തത്വങ്ങൾ ചർച്ച ചെയ്യാൻ. എങ്കിൽ മാത്രമേ ആ തത്വങ്ങളുടെ യഥാർത്ഥ സാരാംശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ജീവിതത്തിൽ ആചരിക്കാനുള്ള ആ ഒരു ബുദ്ധിയും നമുക്ക് തോന്നും. നമുക്ക് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥം വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിത ശ്രീവിശാഖാൻവിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാധാമദായ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീഭാഷമാനവീ ദേവി ധൈരായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദാ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗ വിരദാവ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗപരായതേ ഗൗരാവിർഭാവഭൂമേ സ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവസർവോമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരദ്വിസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം
ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതീർഗതി മത്സർവസ്വ പാദാംബോജോ രാധാമദനമോഹന ദിവ്യത്വരണ്യകൽപദ്രമല ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാനഭിസേവ്യമാനുസ്മരാമി. ശ്രീമദ്രാസരസാരംഭി വംശീവടത്തടസ്ഥിത കർഷൻ വേണുസ്വനേർ ഗോപിൻ ഗോപിനാഥ ശ്രീസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസതി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാം ഹരേ ഹരേ. മുഖം കരോതി വാചാലം ഭംഗം ലംഘയതീരം യത്കൃപാതമാം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ചർച്ചകളിൽ നമ്മൾ പഠിച്ചത് പാണ്ഡവർ രാജ്യം ഉപേക്ഷിച്ച് സന്യാസ മാർഗത്തിലേക്ക് പോവുകയാണ്. പരീക്ഷിത് മഹാരാജ് രാജ്യം ഭരിച്ചു തുടങ്ങുകയാണ്. അദ്ദേഹം ഐരാവതിയെ വിവാഹം കഴിക്കുകയാണ്. 4 പുത്രന്മാരുണ്ടായി. അതിൽ മൂത്ത പുത്രനാണ് ജന്മേജയൻ. കൃപാചാര്യനാണ് പരീക്ഷിത് മഹാരാജിന്റെ ഗുരുവാകുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 3 അശ്വമേധ യജ്ഞങ്ങൾ ചെയ്യുകയാണ്. അതേ സമയത്ത് തന്നെ പരീക്ഷിത് മഹാരാജ് മനസ്സിലാക്കുകയാണ് കലിയുഗം വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കലിയുടെ പ്രഭാവത്തെ തടയാൻ വേണ്ടി പരീക്ഷിത് മഹാരാജ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ രാജ്യം മൊത്തം ചുറ്റുകയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഭഗവാന്റെ ലീലകൾ കേൾക്കുകയാണ്. പാണ്ഡവരുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ചും പാണ്ഡവരും ഭഗവാനായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ കേൾക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം പരീക്ഷിത് മഹാരാജ് കാണുന്നൊരു കാഴ്ച, ധർമ്മദേവൻ തന്നെ. എന്താണ് ഈ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതായത് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ഒരു നിയമം അനുസരിച്ചാണ്. എങ്ങനെയാണോ നമ്മുടെ ഈ ഭരണഘടന അനുസരിച്ച് ഒരു നിയമവ്യവസ്ഥ ഉണ്ടായിരിക്കേണ്ടത്, അല്ലെ? ഇപ്പോൾ പല ജുഡീഷ്യറി സിസ്റ്റമുണ്ട്, പോലീസിൻ്റെതായിട്ടുള്ളൊരു സിസ്റ്റമുണ്ട്, മിലിറ്ററി സിസ്റ്റമുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള ഭരണഘടന അനുസരിച്ചുള്ള നിയമം ഉറപ്പാക്കുന്നു എന്നതാണ്. അതേപോലെ ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ധർമ്മം ഇല്ല എങ്കിൽ പിന്നെ ഈ ലോകം നശിക്കും. എങ്ങനെയാണോ നിയമം തെറ്റിക്കുന്ന സമയത്ത്, എന്തിനാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്? നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും അവരുടെ അവകാശപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുക, അവർ അർഹിക്കുന്നത് ലഭിക്കുക, അനീതി നടക്കാതിരിക്കുക. അനീതിയുടെ അർത്ഥം തന്നെ എന്താണ്? ലഭിക്കേണ്ടവർക്ക് ലഭിക്കാതിരിക്കുന്നതും ലഭിക്കാൻ പാടില്ലാത്തവരുടെ കയ്യിൽ ലഭിക്കുന്നതും. അർഹിക്കുന്നതിലും കൂടുതൽ ഒരാളുടെ കയ്യിൽ എത്തുന്നതിനെയാണ് അനീതി, അല്ലേ? അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു. അന്നേരം നമ്മൾ മനസ്സിലാക്കുക, മനുഷ്യരുണ്ടാക്കിയ നിയമത്തിനപ്പുറത്തായിട്ട് ഈ പ്രപഞ്ചം ഒരു നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അന്നേരം ആ ധർമ്മം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ ധർമ്മഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഭഗവത്ഗീത ധർമ്മഗ്രന്ഥമാണ്, ഭാഗവതം, ഈ ശാസ്ത്രങ്ങളെല്ലാം. ഇനി ബൈബിൾ, ഖുറാൻ, അതും ധർമ്മഗ്രന്ഥങ്ങൾ തന്നെയാണ്. പക്ഷെ അത് പരിമിതമായിട്ടുള്ള ധർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അന്നേരം ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ധർമ്മങ്ങളെക്കുറിച്ച് പറയാണ്.
ഏറ്റവും മനുഷ്യർ ഏറ്റവും മിനിമം പാലിക്കേണ്ട കാര്യങ്ങൾ മുതൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അന്നേരം ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ്: സത്യസന്ധത, പരിശുദ്ധി, ദയ, തപസ്യ. ഈ 4 തൂണുകളിലാണ് ധർമ്മം നിൽക്കുന്നത്. അന്നേരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ 4 ഗുണങ്ങളും ഉണ്ടായിരിക്കണം. സത്യസന്ധത ഉണ്ടായിരിക്കണം, പരിശുദ്ധി ഉണ്ടായിരിക്കണം, പിന്നെ ദയ ഉണ്ടായിരിക്കണം, തപസ്യ ചെയ്യാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം, തപസ്വി ആയിരിക്കണം ആ ഒരു വ്യക്തി. മനുഷ്യജന്മം എടുത്ത വ്യക്തികൾ തപസ് ചെയ്യേണ്ടവരാണ്. അന്നേരം സത്യസന്ധത എന്ന് പറഞ്ഞാൽ സത്യം പറയുക, സത്യം മാത്രം പ്രവർത്തിക്കുക, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അസത്യം പറയരുത്, സ്വന്തം ലാഭത്തിന് വേണ്ടി അസത്യം പറയരുത്. അന്നേരം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ ചില വ്യക്തികൾ ചിന്തിക്കും. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ കാലമാണെങ്കിലും നമ്മൾ സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചേ പറ്റൂ, സത്യമനുസരിച്ച് പ്രവർത്തിച്ചേ പറ്റൂ. അല്ലാതെ നമ്മൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്താലും അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വേറൊരു രീതിയിൽ പറയുമ്പോൾ, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പ്രാവർത്തികമാണോ എന്ന് പറഞ്ഞാൽ ഏകദേശം അതിലൊരു ശരിയുണ്ട്. കാരണം എന്താ, കലിയുഗം അങ്ങനെ ആയതുകൊണ്ട്. കലിയുഗത്തിന്റെ ലക്ഷണം തന്നെ ഈ 4 സ്തംഭങ്ങളെയും തകർക്കുക എന്നതാണ്. അന്നേരം അധർമ്മത്തെ വളർത്തുക എന്നതാണ് കലിയുടെ ലക്ഷണം. അന്നേരം കലി എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ സത്സംഗത്തിലും പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ കഴിയാത്തതായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അന്നേരം അഗ്നിയുടെ പുറകിൽ അഗ്നിദേവനുണ്ട്, വായുവിൻ്റെ പുറകിൽ വായുദേവനുണ്ട്. നമുക്ക് അവരെ ഒന്നും കാണാൻ കഴിയില്ല എന്നതിൻ്റെ അർത്ഥം അവരാരും ഇല്ല എന്നല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മെഷീൻ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആ മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന ആളിനെ നമുക്ക് കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ആ മെഷീൻ്റെ പുറകിൽ ആരും ഇല്ലെന്നല്ലല്ലോ. ആ മെഷീൻ്റെ പ്രവർത്തനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ എന്താ ചിന്തിക്കുന്നത്, അതിൻ്റെ പുറകിൽ ഒരു വ്യക്തിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിമാനം ഇത്രയും വലിയൊരു വാഹനമാണ്. അന്നേരം ആ വിമാനം ഇങ്ങനെ പറന്നു പോകുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയെ കാണാൻ കഴിയില്ല, അത് ആരാ ഓട്ടിക്കുന്നതെന്ന്. ഇനി ആ ഫ്ലൈറ്റ് ലാൻഡ് ആയാൽ പോലും നമുക്ക് ചിലപ്പം വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല ആരാ ഫ്ലൈറ്റ് ഓട്ടിക്കുന്നതെന്ന്. ഫ്ലൈറ്റ് താഴെ ഇറങ്ങി അതിൻ്റെ പൈലറ്റ് പുറത്തിറങ്ങുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആരാണ് ഈ ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ടിരുന്നതെന്ന്. അതേപോലെ ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഊർജത്തിൻ്റെ പുറകിലും ഒരു വ്യക്തി ഉണ്ടെന്നാണ്. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന പരമോന്നതനായിട്ടുള്ള ഈശ്വരനുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല. ഇനി ചില വ്യക്തികൾ പറയുന്നു, എല്ലാത്തിൻ്റെ പുറകിൽ ഒരു ശക്തിയുണ്ട്, ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ശക്തി ആണ് തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ശക്തികളുടെ പ്രവർത്തനത്തെ അനാലിസിസ് ചെയ്യുക എന്നതാണ് ശക്തി. അതായത് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ എനർജീസിനെയും സ്റ്റഡി ചെയ്യുക. ഈ ഒരു ലോസ്, ഈ പ്രപഞ്ചത്തെ ഫിസിക്സിന്റെ ഓരോ ലോസ് ആണെങ്കിലും അതൊക്കെ പഠിക്കുന്നതിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പുറകിലുള്ള സോഴ്സിനെ പഠിക്കുക എന്നതാണ്. ഇമ്മീഡിയറ്റ് സോഴ്സ് അല്ല നമ്മൾ പഠിക്കുന്നത്, അൾട്ടിമേറ്റ് സോഴ്സ് എന്താണ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം അൾട്ടിമേറ്റ് സോഴ്സ് ഇല്ലാതെ ഇതൊരിക്കലും പ്രവർത്തിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. ഏതൊരു നിയമം ഉണ്ടെങ്കിലും ആ നിയമത്തെ ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്തായാലും കാണും. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? നമുക്ക് അത്രത്തോളം കഴിവുകളില്ലാത്തതുകൊണ്ട്. നമ്മുടെ കഴിവുകേട് മറ്റൊരാളുടെ കഴിവുകേടാണെന്നും കൂടെ ചിന്തിക്കരുത്. നമുക്ക് കഴിയത്തില്ല, അതിൻ്റെ അകത്ത് മറ്റൊരാൾക്കും കഴിയത്തില്ല എന്നല്ലല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തിയെടുത്ത് നമ്മൾ പറയുക, നീന്താൻ അറിയാത്തൊരു വ്യക്തി, നീന്തലിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തി എന്നിരിക്കട്ടെ, ആ വ്യക്തിയോട് നമ്മൾ പറയും, ഈ പുഴ കടന്ന് നിനക്ക് അപ്പുറത്ത് പോകാൻ കഴിയുമോ വെള്ളമില്ലാതെ എന്ന് പറയില്ല, അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിരുന്നാണ്ട് ഈ വ്യക്തിക്ക് അത് ചെയ്യാൻ പറ്റും. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അത്രയൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുക. അങ്ങനെയാണ്. കാരണം എനിക്ക് കഴിയത്തില്ല, അതിൻ്റെ അർത്ഥം ആർക്കും കഴിയത്തില്ല എന്നാണ്. പക്ഷേ ആ വ്യക്തിക്ക് അത് കഴിയും. മനസ്സിലായില്ലേ? അതേപോലെ നമുക്ക് കഴിവില്ല എന്നതിൻ്റെ അർത്ഥം മറ്റാർക്കും കഴിവില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ നമ്മുടെ ഒരു
രീതി വെച്ചിട്ടാണ് പൊതുവെ എല്ലാത്തിനും അനലൈസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത്, നമുക്ക് എല്ലാം നമ്മുടെ ഒബ്സർവേഷനിൽ വന്നാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കൂ എന്നൊരു പ്രവണതയും നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി അതിൻ്റെ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രി ആ രാജ്യത്തിന് വേണ്ടി ദൈനംദിനമായ ദിനചര്യയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുന്നതെന്ന് ആ രാജ്യത്ത് താമസിക്കുന്ന ഒരു സാധാരണ മനുഷ്യന് അറിയാൻ കഴിയുമോ? ഇല്ല. ആ പൊതുജനങ്ങളുടെ മുമ്പിൽ എന്താണോ അവതരിപ്പിക്കുന്നത്, എന്താണോ അറിയിക്കുന്നത്, പബ്ലിക്കലി അനൗൺസ് ചെയ്യുന്നതോ അത് മാത്രമാണ് പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിയുക, മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം. അല്ലാതെ രാജ്യത്തിന് വേണ്ടി ഏതൊക്കെ ഡിസിഷൻസ് എടുക്കുന്നു, ആരൊക്കെയായിട്ടും കാണുന്നു, അത് നമ്മൾ അറിയുന്നില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം പ്രധാനമന്ത്രി ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ് എന്നാണോ? അല്ല. ആള് ഡെയിലി റൂട്ടീനിൽ വളരെ ബിസി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമുക്കത് കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം ആളൊന്നും ചെയ്യുന്നില്ല എന്നല്ലല്ലോ. അതേപോലെ നമ്മൾ ഈ ആസ്വദിക്കുന്ന ഈ പ്രപഞ്ചം നമ്മളുടെ കയ്യിലെത്താനും ഇതിൻ്റെ ബാലൻസ് നിലനിർത്താനും വേണ്ടി ഒരുപാട് ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനം? ഉടനെ നമ്മൾ അടുത്തൊരു ചോദ്യം, എല്ലാത്തിൻ്റെ പുറകിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തുകൊണ്ട് ഇത്ര അനീതി അധർമ്മം നടക്കുന്നു? അതിന് കാരണക്കാരൻ നമ്മളും കൂടെയാണ്. നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ് ഈ പ്രകൃതിയെ ബാലൻസ് ചെയ്യുന്നത്. അന്നേരം പിന്നെ അടുത്തൊരു ചോദ്യം, നമ്മുടെ അന്നേരം ഇവരുടെ റോൾ എന്താണ്? എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇവരാണല്ലോ അത് ബാലൻസ് ചെയ്ത് നിർത്തേണ്ടത്. അന്നേരം അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ ആർത്തിയും അത്യാഗ്രഹവും എല്ലാ സീമകളും ലംഘിക്കുകയാണ്. അതുകൂടാതെ നമുക്ക് കൂടുതൽ അനുഭവിക്കാനുള്ള യോഗ്യതയില്ല. ആ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് അവർ അതിനെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. തടഞ്ഞു വെക്കുന്ന സമയത്ത് നമ്മുടെ അപക്വത കൊണ്ടും നമ്മുടെ തെറ്റുകൾ കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ അർഹിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പോലും തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, നമുക്ക് കഴിവില്ല, നമ്മുടെ അയോഗ്യത, അത് കാരണം നമുക്ക് ലഭിക്കുന്നില്ല. ഇനി മറ്റൊരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അവരിൽ നിന്നും അത് തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നില്ല? അതൊരു എത്ര ഒരു പ്രത്യേക കൺഫ്യൂസിങ് അവസ്ഥയിലാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? അന്നേരം ആ ഒരു ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും എല്ലാത്തിൻ്റെ പുറകിലും, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനമാണെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രവർത്തനമാണെങ്കിലും ഇതിൻ്റെ എല്ലാ പുറകിലും ഒരു വ്യക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അധീനതയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അന്നേരം ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത്? അതേപോലെ ധർമ്മത്തിൻ്റെ ഒരു ദേവനുണ്ട്. അന്നേരം ധർമ്മദേവന്റെ ഉദ്ദേശം എന്താണ്? ധർമ്മത്തെ നിലനിർത്തുക എന്നതാണ്. ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി പ്രചോദനം നൽകുക എന്നതൊക്കെയാണ്. അപ്പോൾ പരീക്ഷിത് മഹാരാജ് കാണുന്ന കാഴ്ച, ധർമ്മം ഒരു കാളയുടെ രൂപത്തിൽ നിൽക്കുകയാണ്. എന്തിനാണ് കാളയുടെ രൂപത്തിൽ നിൽക്കുന്നത്? കാരണം സാധാരണ വ്യക്തികൾക്ക് കാണുന്ന രൂപത്തിലല്ലല്ലോ ധർമ്മം നിൽക്കുന്നത്. പക്ഷെ പരീക്ഷിത് മഹാരാജിന് ബോധ്യപ്പെടുന്ന രീതിയിൽ വ്യക്തമായിട്ട് കാണിക്കുകയാണ്. അന്നേരം അതൊരു നാടകമല്ല, ഒരു അഭിനയമല്ല, യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം പരീക്ഷിത് മഹാരാജിന് കാണാൻ പറ്റുന്ന രീതിയിൽ കാണിക്കുകയാണ് ധർമ്മദേവൻ. മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണത്തിന് പണ്ടൊക്കെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നും അല്ലെങ്കിൽ പണ്ടത്തെ സിനിമകളിലൊക്കെ ഭാരതത്തെ ഒരു ഭക്ത ചോദിക്കുന്നു, ധർമ്മദേവൻ യമരാജനാണോ അതോ വേറെ വ്യക്തിയാണോ? ധർമ്മദേവൻ എന്ന് പറയുന്നത് ധർമ്മത്തെ ഉറപ്പിക്കുന്ന വ്യക്തിയാണ് ധർമ്മരാജൻ എന്ന് പറയുന്നത്. മനസ്സിലായി? പക്ഷെ ധർമ്മദേവൻ വേറെയാണ്, ഇത് യമരാജനല്ല. ഓക്കെ, ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന. അന്നേരം ഓരോ ഗുണങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെന്നുള്ളതാണ്.
അന്നേരം ഓരോ തിഥികൾക്കും ദേവീ ദേവന്മാരുണ്ട്. അങ്ങനെ ഒരു വളരെ ഡീപ്പായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്. അടുത്ത ഞാൻ പറഞ്ഞു വന്നത് വേറൊരു പോയിന്റ് വരുമായിരുന്നല്ലോ. ഓക്കെ, ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓക്കെ, ഓർമ്മ വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഈ ഓരോ ഇതിൻ്റെയും പുറകിൽ ഓരോരോ ദേവന്മാരുണ്ട്. അതായത് ഈ ധർമ്മദേവൻ ഒരു കാളയുടെ രൂപത്തിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇൻഡിപെൻഡൻസ് ഡേയുടെയും റിപ്പബ്ലിക് ഡേയുടെ അന്നൊക്കെ പണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ഇന്ത്യയെ ഒരു ദേവിയായിട്ട് കാണിക്കാറുണ്ട്, ഭാരത് മാത എന്നുള്ള രീതിയിൽ. എന്നിട്ട് പല വിദേശി ആൾക്കാരും വന്ന് ആക്രമിക്കുന്ന സമയത്ത് അതിനെ ഇംഗ്ലീഷുകാരുടെ വേഷത്തിൽ കുറച്ച് ആൾക്കാരെ കാണിച്ചിട്ട് ഭാരത് മാതാ ദേവിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണിക്കാറുണ്ട്. അന്നേരം അത് ഒരു നാടകമാണെങ്കിലും അതിൽ കുറെ അർത്ഥമുണ്ട്, അല്ലേ? കുറെ യാഥാർത്ഥ്യമുണ്ട്. കാരണം കംപ്ലീറ്റ്ലി ഇത് ഭൂമി ദേവി ആണെങ്കിലും നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഒരു പ്രദേശമാണ്. അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ അമ്മയുടെ സ്ഥാനമാണ് ഈ ഒരു നമ്മുടെ ഭാരതഭൂമിക്ക്. അന്നേരം ഈ അമ്മയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? നമ്മുടെ ബോർഡർ മാത്രം സംരക്ഷിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിലെ ജീവിത രീതിയും പരമ്പരാഗതമായിട്ട് നമ്മുടെ കൾച്ചർ എങ്ങനെയാണോ അതിനനുസരിച്ചാക്കണം. ഓരോ രാജ്യത്തെയും ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഐഡൻറ്റിറ്റി കൊണ്ടുവരുന്നത് ആ രാജ്യത്തിലുള്ള ജീവിത രീതിയും കൾച്ചറും ഒക്കെയാണ്. ആ കൾച്ചറിനെ പ്രിസർവ് ചെയ്യുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. പക്ഷെ ഇന്നത് നടക്കുന്നില്ല. അന്നേരം ആ ജീവിത രീതി ഇപ്പം മാറിക്കൊണ്ടേയിരിക്കുന്നു. അന്നേരം അതും നമ്മുടെ ഭാരതത്തെ എന്താ പറയുന്നത് സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അന്നേരം അത് നമ്മൾ ഉറപ്പ് വരുത്തുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഭാരതീയ കൾച്ചർ നശിക്കുകയാണ്. അന്നേരം ആ ഭാരത മാത എന്നുള്ള ഐഡന്റിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങനെയുള്ള ദൃശ്യങ്ങൾ, അതായത് ഭാരത് മാതായായിട്ട് ഒരു ദേവിയെ സങ്കല്പിച്ചിട്ട് ആ ദേവിയെ ഒരു കൂട്ടം ആൾക്കാർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതിലൂടെ എന്താണ് വ്യക്തമാക്കുന്നത്? അതൊരു ദൃശ്യമാണെങ്കിലും അത് യാഥാർത്ഥ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് നമ്മുടെ ഭാരതത്തിന്റെ സമ്പത്തെല്ലാം ഇവിടുന്ന് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ഭരണാധികാരികൾ ശരിയല്ല, അവരുടെ രാജ്യത്തിനെതിരെ അവർ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് സ്വന്തം അമ്മയെ ദ്രോഹിക്കുന്നതിന് തുല്യമാണല്ലോ അതൊക്കെ. അതേപോലെ ഇവിടെ ഭരണാധികാരിയായ പരീക്ഷത്ത് കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ധർമ്മം അവിടെയുണ്ട്. ധർമ്മരാജൻ ധർമ്മത്തിൻ്റെ പ്രതീകമായ, ധർമ്മത്തിൻ്റെ പ്രതിനിധിയായ ഒരു കാളയെ കാണിക്കുകയാണ്. എന്നിട്ട് ആ കാളയുടെ 4 കാലുകളും 4 ധർമ്മത്തിൻ്റെ ആധാരങ്ങളാണ്. എന്തൊക്കെയാണ്? സത്യസന്ധത, ദയ, പരിശുദ്ധി, തപസ്യ. അന്നേരം അടുത്ത് തന്നെ ഭൂമി ദേവി പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുകയാണ്. ഭൂമി ദേവി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഭൂമി ദേവി പശുവിൻ്റെ രൂപത്തിലിരിക്കുകയാണ്. അന്നേരം ഭൂമി ദേവി വളരെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഭൂമി ദേവിയുടെ ഭർത്താവാണ് ധർമ്മൻ. ഭൂമി ദേവി നിൽക്കുന്നത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പോഴാണ് ഭൂമി ദേവിക്ക് സന്തോഷമാണ്. അവർക്ക് വേണ്ടി എല്ലാവിധ ആവശ്യകതകളും പൂർത്തീകരിക്കും ഭൂമി ദേവി. മനസ്സിലായില്ലേ? ധർമ്മം ഉണ്ടെങ്കിൽ, അതായത് മനുഷ്യർ ധർമ്മം പാലിക്കുമ്പോൾ, അതായത് മക്കൾ എങ്ങനെയാണോ അച്ഛൻ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്നത്, അത് ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഭഗവാന്റെ പ്രതിനിധി എന്ന് വേണമെങ്കിലും പറയാം. ധർമ്മം എവിടെയുണ്ട് അവിടെ ഭഗവാനുണ്ട്. അന്നേരം അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ മക്കൾ ജീവിക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. അന്നേരം അമ്മ എന്ത് ചെയ്യും? അമ്മ മക്കൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നോക്കും സന്തോഷത്തോടെ. അന്നേരം ഭൂമി ദേവി സന്തോഷവതി ആകണമെങ്കിൽ ധർമ്മം അനുസരിച്ച് ജീവിക്കണം. ധർമ്മം പ്രവർത്തിക്കുമ്പോഴാണ് ഭൂമി ദേവി സന്തോഷമാകുന്നത്. അന്നേരം എല്ലാവിധ നമുക്ക് വേണ്ടുന്ന ധാന്യങ്ങളും എല്ലാം രത്നങ്ങളും എല്ലാം ഭൂമി ദേവി സന്തോഷത്തോടുകൂടി നൽകും. പക്ഷെ നമ്മൾ അധർമ്മികളാകുമ്പോൾ ഭൂമി ദേവി എല്ലാം പിൻവലിക്കും എന്നുള്ളതാണ്.
ഭൂമിയുടെ ഉള്ളിലേക്ക് അത് ഒളിപ്പിച്ചു വയ്ക്കുന്നുള്ളതാണ്. അതാണ് ഇത് സംഭവം. എത്ര ഡീപ്പായിട്ടുള്ള സയൻസാണ് നമ്മൾ ദൈവം ഇത് മനസ്സിലാക്കും. അന്നേരം നമ്മൾ ഈ ഓരോ ഈ തത്വങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന ആ ഉയർന്ന വ്യക്തികളെ മനസ്സിലാക്കാതെ നമ്മൾ ഈ ലോകത്തെ കാണുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെ ഒരു മഷീനായിട്ട് കാണും. മഷീൻ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്. അതിൻ്റെ അർത്ഥം എന്താ? മഷീൻ, അതായത് നമ്മൾ എങ്ങനെയാണോ ഒരു മൊബൈൽ ഫോൺ ബട്ടൺ അമർത്തുന്നത് അതേപോലെ എല്ലാം പ്രവർത്തിക്കണം. അന്നേരം നമ്മൾ, അതായത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ബന്ധങ്ങളുടെ ഇടയിൽ ഫീലിങ്സ് ഇമോഷൻസിന് സ്ഥാനമില്ലെങ്കിൽ പിന്നെ നമ്മൾ വളരെ മെക്കാനിക്കലായി പോകും. ആ വ്യക്തിയെ നമ്മൾ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ഒരു മിനിറ്റ്. അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു വ്യക്തിയല്ല എന്നുള്ള ഒരു സിദ്ധാന്തം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ഈ പ്രകൃതിയെ കൂടുതൽ കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും, കൂടുതൽ കൂടുതൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പറയണം, ഒരു വ്യക്തിയെ പോലും, വ്യക്തിബന്ധങ്ങളെ പോലും ഒരു ഭർത്താവ് ഭാര്യയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണുകയാണെങ്കിൽ ഒരിക്കലും ആ ബന്ധം നിലനിൽക്കത്തില്ല. അതേപോലെ ഒരു ഭാര്യയും ഭർത്താവിനെ ഒരു വസ്തുവായിട്ട് കാണുകയാണെങ്കിൽ, അതായത് ആ ഭാര്യയുടെ ഇഷ്ടങ്ങളെയൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടുന്ന ഒരു മഷീനെ പോലെ കാണുകയാണെങ്കിൽ അവിടെ സ്വാർത്ഥത വരും എന്നുള്ളതാണ്. നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം വരുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? അത് ആ മറ്റൊരു വ്യക്തിയുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കി അവരുടെ ഭാഗത്തും കൂടെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് അവിടെ നിസ്വാർത്ഥത വരുന്നത്. അന്നേരം ഇവിടെ ഇന്നത്തെ കാലത്ത് മനുഷ്യബന്ധങ്ങളിൽ തമ്മിൽ പോലും ഒരു ഫീലിങ്സ് ഇമോഷൻസിന് സ്ഥാനമില്ല. എല്ലാവരും സ്വാർത്ഥതയിൽ നിറഞ്ഞ് ജീവിക്കുകയാണ്. അതിന് പകരം നമ്മൾ നിസ്വാർത്ഥരായിട്ടിരിക്കണം. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ മനുഷ്യബന്ധങ്ങളിൽ തമ്മിൽ മാത്രമല്ല, ഈ പ്രകൃതിയിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ വസ്തുവകകളും അതിൻ്റെ പുറകിലും വ്യക്തികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ വ്യക്തികളൊന്നും സാധാരണ വ്യക്തികളല്ല, നമ്മളെക്കാട്ടി ഒരുപാട് ഉയർന്ന കഴിവുകളുള്ള, ശക്തികളുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവിടെ പരീക്ഷത് മഹാരാജ് കാണുന്ന കാഴ്ച, ഈ കാള, ധർമ്മത്തിന്റെ പ്രതീകമായിട്ടുള്ള കാള, 4 കാലിൽ നിൽക്കേണ്ട കാള അതിലെ 3 കാലും തല്ലി ഒടിച്ചിരിക്കുകയാണ്. ഇനി ആരാണ് ഈ തല്ലി ഒടിക്കുന്നത്? ശൂദ്രനായ ഒരു വ്യക്തി രാജാവിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഈ ധർമ്മത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും കലിയുഗത്തിന്റെ ലക്ഷണമാണ്. ശൂദ്രനായിട്ടുള്ള വ്യക്തികളായിരിക്കും ഭരണാധികാരികളായിട്ടിരിക്കുന്നത്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷത്രിയ ഗുണങ്ങളില്ലാത്ത വ്യക്തി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇത് ജാതിയല്ല, ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ക്ഷത്രിയരുടെ ലക്ഷണങ്ങൾ എന്താണ്? ധർമ്മിഷ്ഠരായിരിക്കണം, ധർമ്മത്തെ മനസ്സിലാക്കിയ വ്യക്തികളായിരിക്കണം, അതിനനുസരിച്ചായിരിക്കണം ഈ ലോകം ഭരിക്കേണ്ടത്. അന്നേരം അങ്ങനെയുള്ള ക്ഷത്രിയ ഗുണങ്ങളില്ലാത്ത വ്യക്തികൾ. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും സ്വാർത്ഥരായിരിക്കും. അവർ ഒരിക്കലും സമൂഹത്തിന്റെ നന്മ നോക്കാത്ത വ്യക്തികളായിരിക്കും. അതൊരു ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ജീവൻ പോലും ത്യജിക്കും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അവരുടെ കുടുംബത്തെ പോലും മറന്നുകൊണ്ട്, കുടുംബത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ഇവിടെ കാണുന്ന എന്താ? ശൂദ്രനായിട്ടുള്ള ഒരു വ്യക്തി രാജാവിന്റെ വേഷം ധരിച്ചുകൊണ്ട്, അതായത് ഭരണാധികാരിയുടെ വേഷം ധരിച്ചുകൊണ്ട് ആ കാളയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ കാഴ്ച ഇത് കണ്ടിട്ട് ഭൂമി ദേവി അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് പരീക്ഷത് മഹാരാജ് ഉടനെ വാളെടുത്ത് കലിയുടെ കഴുത്തിൽ വെക്കുകയാണ്. എന്നാൽ ഈ ശൂദ്രനായ വ്യക്തി കലിയാണ്. അന്നേരം ശൂദ്ര ചിന്താഗതിയിൽ, ശൂദ്ര ജീവിത രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ കലിയുടെ പ്രതീകമാണെന്ന് മനസ്സിലാക്കുക.
ശൂദ്ര ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുക, കുടിക്കുക, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക, ഉറങ്ങുക, ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്ന വ്യക്തികളെല്ലാവരും ശൂദ്രരാണ്. കലിയുഗത്തിൽ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളെല്ലാം കലിയുടെ പ്രതിനിധികളാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ഭരണാധികാരികളായി കഴിഞ്ഞാൽ അവർ ഒരിക്കലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അവർ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കി സ്വാർത്ഥത്തിൽ ജീവിക്കും. അതായത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ലഭിക്കുന്ന സർക്കാരിൻ്റെ കാശ്, ഖജനാവ് അവരെപ്പോഴും അവരുടെ കുടുംബകാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അവരൊരിക്കലും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അവർ ഉയർന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്ത വ്യക്തികളാണ്. അവരെപ്പോഴും ചിന്തിക്കുന്നത് സ്വന്തം കാര്യങ്ങൾ മാത്രമാണ്. എങ്ങനെ അടുത്ത പ്രാവശ്യം എനിക്ക് ഭരണം ഉറപ്പുവരുത്താം, എൻ്റെ സ്വന്തം ആൾക്കാരെ എങ്ങനെ നന്നാക്കാം. പക്ഷേ എൻ്റെ സ്വന്തം ആൾക്കാരും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ രാജ്യവും ഈ സംസ്ഥാനവും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഈ കുടുംബം ജീവിക്കും എന്നൊന്നും അവർക്ക് ചിന്തിക്കാൻ താല്പര്യമില്ല. അവർ മാക്സിമം കാശുണ്ടാക്കി ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പോയി അവരവരുടെ വസതി ഉറപ്പാക്കുന്നുള്ളതാണ്. ഈ രാജ്യം, അതായത് വിദേശികൾ എങ്ങനെയാണോ നമ്മളെ ഇവിടെ നിന്നെല്ലാം തട്ടിപ്പറിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോയത്, അതേപോലെ സ്വന്തം രാജ്യത്തിൽ നിന്നെല്ലാം തട്ടിപ്പറിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോകാണ്. അതായത് ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന കുടുംബാംഗങ്ങൾ, അതിലൊരു കുടുംബാംഗം തന്നെ ആ വീട്ടിലെ സ്വത്തെല്ലാം അപഹരിച്ചു കൊണ്ടുപോയിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ, അത് എന്തായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ പറയുക? അതിനെന്താണ് പറയാനുള്ളത്? ഇനി സ്വന്തം കുടുംബമാണെന്നുള്ളൊരു ചിന്തയില്ല എങ്കിൽ അതൊരു ഗൃഹനാഥൻ തന്നെ ആകട്ടെ, അതായത് ഭാര്യയെക്കുറിച്ചും കുട്ടികളെയും കുറിച്ചും ചിന്തിക്കാതെ ഭാര്യ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ വീട്ടിലെ കാര്യം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കാശ് അത് അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് ആ കാശും വെച്ച് കുടിക്കാൻ പോവുകയാണെങ്കിൽ ആളിനെ കുറിച്ച് എന്താ പറയുക? അതേ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. കാരണം എന്തുകൊണ്ട്? കലിയുഗം. പിന്നെ ഈ കലിയുടെ ഉദ്ദേശം എന്താണ് ഞാൻ പറഞ്ഞില്ല. ഇത് ഒരു ദേവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കലി ദേവനാണ്. ഈ കലി ദേവന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ഉദ്ദേശത്തെ തന്നെ പൂർത്തീകരിക്കുക. ഭഗവാന്റെ ഉദ്ദേശം എങ്ങനെയാണ് കലിയെ പുരോഗമിക്കാൻ ഭഗവാൻ എന്തിനാ അനുവദിക്കുന്നത്? ആ രീതിയിലുള്ള പ്രവണതയുള്ള വ്യക്തികൾ ഈ ലോകത്ത് വരാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? ഈ കലിയുടെ സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, അതായത് മത്സ്യമാംസാദികൾ കഴിക്കാനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും അവിഹിത ബന്ധങ്ങൾ പുലർത്താനും കാശിനോട് ആർത്തിയോടുകൂടി ജീവിക്കുന്ന ആ ഒരു പ്രവണത ഉള്ളിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾ, അവർക്ക് ഈ ലോകത്ത് വരാനായിട്ട് അവർക്ക് ജീവിക്കാൻ തക്കവണ്ണം ഉള്ളൊരു സാഹചര്യം വേണം. കാരണം അത്രത്തോളം അധപ്പതിച്ച മനസ്സുള്ള വ്യക്തികളുണ്ട്. അവരാണ് കലിയുഗത്തിൽ ജനിക്കുന്നത്. ആധ്യാത്മിക കാര്യത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾ. അതിന് ഒരു ഉദാഹരണം ഞാൻ നൽകിയിരുന്നു. അതായത് ഒരു കുറ്റവാളിയുടെ കുറ്റകൃത്യത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് ശിക്ഷ നിശ്ചയിക്കപ്പെടുന്നത്. അതേപോലെ കലിയുഗത്തിൽ ജനിക്കത്തക്കവണ്ണം അങ്ങനെയുള്ള അധമ ഗുണങ്ങളുള്ള വ്യക്തികളാണ് കലിയുഗത്തിൽ ജനിക്കുന്നത്. അന്നേരം അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള സാഹചര്യത്തെ നിർമ്മിക്കുക എന്നതാണ് കലി ചെയ്യുന്നത്. അന്നേരം പരീക്ഷിത് മഹാരാജ് എന്തിനാ തടയുന്നത്? അത് ദൈവനിശ്ചയമാണെങ്കിൽ. കാരണം അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അന്നേരം കലിയുടെ ലക്ഷണം എന്താ? അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി, അതായത് ഒരു ഉദാഹരണം വീണ്ടും പറയാം. ഇപ്പൊ സർക്കാർ എന്താ ചെയ്യുന്നത്? സർക്കാർ പൊതുവെ പറയുന്നു, ഒരു യഥാർത്ഥ ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന സർക്കാർ ഒരിക്കലും ലഹരി പദാർത്ഥങ്ങളെ എൻകറേജ് ചെയ്യാൻ പാടില്ല. കള്ളും കഞ്ചാവും ഇതൊക്കെ. ഓക്കെ, അന്നേരം കഞ്ചാവ് പൊതുവെ ആരും എൻകറേജ് ചെയ്യാറില്ല. പക്ഷെ കള്ളിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുക്കുകയാണെങ്കിൽ കള്ള് പൊതുവെ നിരോധിക്കേണ്ട ഒരു വസ്തുവാണ്. കാരണം അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലാത്ത സാധനം. പക്ഷേ സർക്കാർ ചിന്തിക്കുന്നു, ഞാനത് തടയുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ജനങ്ങൾ പല രീതിയിലും വ്യാജമദ്യം ഒക്കെ വിൽക്കും, അത് വാങ്ങിക്കുകയും ചെയ്യും. അതിലൂടെ ആൾക്കാർക്ക് കൂടുതൽ ദ്രോഹമുണ്ടാവും എന്ന് മനസ്സിലാക്കി സർക്കാർ എന്ത് ചെയ്യും? സർക്കാരിൻ്റെ തന്നെ രീതിയിൽ ലൈസൻസ് കൊടുക്കുകയാണ് മദ്യത്തിനായിട്ട്. ഇത് ഒരു കണക്കിന് നോക്കുമ്പോൾ ശരിയാണ്, പക്ഷെ വലിയൊരു തെറ്റും കൂടെയാണ്. അന്നേരം ഇതിന് പകരം വേറൊരു സർക്കാർ വരികയാണ്. അത് കുറച്ചും കൂടെ കഴിവുള്ള സർക്കാർ, കുറച്ചും കൂടെ വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള സർക്കാർ.
അവരെന്ത് ചെയ്യുന്നു? മദ്യത്തെ തടയുക മാത്രമല്ല, വ്യാജമദ്യത്തെയും തടയുന്നു. അതുകൂടാതെ മനുഷ്യരുടെ ഉള്ളിൽ, ജനങ്ങളുടെ ഉള്ളിൽ കള്ളു കുടിക്കാനുള്ള പ്രവണതയെ സപ്രസ് ചെയ്യാൻ, തടയത്തക്കവണ്ണമുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. കൂടുതൽ കൂടുതൽ എൻഗേജ്മെന്റ്സ് കൊടുക്കുന്നു. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു. അത് അത്ര എളുപ്പമല്ല, പക്ഷെ അങ്ങനെയായിരുന്നു പരീക്ഷയിൽ ചെയ്തത്. അതായത് കലിയുഗത്തിൻ്റെതായിട്ടുള്ള സാഹചര്യം നിർമ്മിക്കുക എന്നത് കലിയുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ അതിനെ തടയുക മാത്രമല്ല, അന്നേരം കലിയുഗത്തിൽ ജനിക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ ആ പ്രവണത ഉണ്ടല്ലോ, ആ പ്രവണതയെ പോലും വളരാൻ അനുവദിക്കാത്ത രീതിയിൽ പരീക്ഷണ മഹാരാജ് തടയുകയാണ്. അന്നേരം എത്ര നല്ല ഒരു ഭരണാധികാരിയാണ് പരീക്ഷണ മഹാരാജ് നമ്മൾ മനസ്സിലാക്കുക. അതായത് അടുത്തൊരു ഉദാഹരണം, പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ, അതായത് തോറ്റു കിടക്കുന്ന കുട്ടികൾ, അന്നേരം അവരെ പഠിത്തത്തിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്യുന്നു? അവർക്ക് ഒരു ഫ്രീഡം ഒക്കെ കൊടുക്കുന്നു, കളിക്കാൻ പോവാം എന്നൊക്കെ, എന്നിട്ട് കുറച്ചൊക്കെ പഠിച്ചാൽ മതി എന്നൊക്കെ. പക്ഷെ ഒരു ടീച്ചർ വന്നിട്ട് അവരെ പഠിത്തത്തിൽ അവരുടെ ഉള്ളിൽ ഇൻട്രസ്റ്റിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ആ ടീച്ചറല്ലേ ഏറ്റവും നല്ലത്. അതായത് പഠിത്തത്തിലും ഒരു രസം കൊണ്ടുവരികയാണെങ്കിൽ അതല്ലേ ഏറ്റവും ഉത്തമ ടീച്ചർ. അന്നേരം അതാണ് പരീക്ഷ മഹാരാജ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ സമ്പ്രദായം തന്നെ, നമ്മുടെ ഈ പരമ്പര തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ, പ്രഭുപാദ്ജി, ഗുരു മഹാരാജ്, ഇവരൊക്കെ എന്താ ചെയ്ത്? ഇവർ ഇത് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. ഇത്രയും ഘോരമായിട്ടുള്ള കലിയുഗത്തിൽ ശാന്തിയും സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കാനുള്ള ഒരു വഴി തുറന്നു നൽകി. അന്നേരം മത്സ്യമാംസാദികൾ കഴിക്കേണ്ട, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ട, അവിഹിത ബന്ധങ്ങൾ പാടില്ല, ചൂതുകളി പാടില്ല എന്ന് പറയുക മാത്രമല്ല, ഇതില്ലാതെ എങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നുള്ള ഒരു ജീവിത രീതിയും പറഞ്ഞു നൽകിയെന്നുള്ളതാണ്. എന്നിട്ട് അതിന്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് 4 നിയമങ്ങൾ പാലിക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്യരുത് എന്ന് മാത്രം പറയുകയാണെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവാത്മാക്കളും ആനന്ദം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ബ്രഹ്മദേവൻ മുതൽ താഴെയുള്ള ഏറ്റവും ചെറിയ ഉറുമ്പ് വരെ, ചെറിയ മൈക്രോ ഓർഗാനിസം വരെ അവരെപ്പോഴും ആനന്ദം അന്വേഷിക്കുന്ന വ്യക്തികളാണ്. അന്നേരം ആ ആനന്ദത്തിന്റെ സ്രോതസ് 4 യമനിയമങ്ങൾ തെറ്റിക്കുന്നതിലൂടെ അല്ലാതെ ഈ 4 യമനിയമങ്ങളെയും പാലിച്ചുകൊണ്ട് ഉയർന്ന ആസ്വാദനം നമുക്ക് എങ്ങനെ ലഭിക്കാം എന്നുള്ള വഴിയാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു നൽകുന്നത്, അല്ലെ? അന്നേരം അതേപോലെയാണ് പരീക്ഷിത മഹാരാജ് ഉറപ്പുവരുത്തുന്നത്. അങ്ങനെയുള്ള രാജാക്കന്മാരെയാണ് രാജ ഋഷികൾ എന്ന് പറയുന്നത്. അന്നേരം രാജ ഋഷികളുടെ അർത്ഥം എന്താ? അവർ രാജാവിനെ പോലെ ഭരിക്കുന്നു, പക്ഷെ ഋഷികളെ പോലെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഉയർന്ന തത്വങ്ങൾ അറിയാവുന്ന ഋഷിമാരെ പോലെയാണ് ഇങ്ങനെയുള്ള രാജാക്കൾ. അങ്ങനെയായിരുന്നു, ഒരു വലിയൊരു രാജഋഷിയായിരുന്നു ആര്? പരീക്ഷിത് മഹാരാജ്. ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഈ കോൺസെപ്റ്റ്. അന്നേരം പരീക്ഷിത് മഹാരാജ് എന്ത് ചെയ്തു? വാളെടുത്ത് കലിയെ വെട്ടാൻ തുടങ്ങിയാണ്. അന്നേരം ഇതും അടുത്തൊരു പാഠമാണ്. ഭരണാധികാരികൾ ശക്തമായിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ എതിർക്കണം. അവിടെ വിചാരണ ചെയ്തുകൊണ്ട് കുറെ കാലം ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരരുത്. ശരിയാ, നിരപരാധി ശിക്ഷിക്കപ്പെടരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതേ സമയത്ത് കുറ്റവാളികൾ രക്ഷപ്പെടാനും പാടില്ല. കാരണം കുറ്റവാളികൾ രക്ഷപ്പെടുന്നതിൻ്റെ അർത്ഥം നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്നതിൻ്റെ പേരിൽ കുറ്റവാളികൾ രക്ഷപ്പെടുകയാണെങ്കിൽ അതും ശരിയല്ലല്ലോ. പൊതുവെ നമ്മുടെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ ഒരു 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അത് ഏറ്റവും വലിയ പാളിച്ചയുള്ള നിയമവ്യവസ്ഥയാണ്. കാരണം 2 രീതിയിൽ അത് ബാധിക്കുകയാണ്. നമ്മുടെ നിയമത്തിന്റെ മെയിൻ ഫോക്കസ് തന്നെ നിരപരാധി രക്ഷപ്പെടണമെന്ന്. അന്നേരം ആ നിരപരാധി രക്ഷപ്പെടണം എന്ന കവചം ഉപയോഗിച്ചുകൊണ്ട് കുറ്റവാളികളാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം നിയമത്തിന്റെ 2 വശങ്ങൾ എന്ന് പറഞ്ഞാൽ നിരപരാധി ശിക്ഷിക്കപ്പെടുകയും ചെയ്യരുത്, പക്ഷെ അതേ സമയത്ത് കുറ്റവാളി രക്ഷപ്പെടുകയും ചെയ്യരുത്. ഇത് 2 ഉറപ്പുവരുത്തണം.
അതായത് ഒരു റെയിൽവേ ട്രാക്ക് പോലെ നമ്മൾ ട്രാക്കിൽ നിന്ന് ഇങ്ങോട്ടും പോകാൻ പാടില്ല, അങ്ങോട്ടും പോകാൻ പാടില്ല. പക്ഷെ ഇങ്ങോട്ട് മാത്രം പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് വളരെ മണ്ടത്തരമായിട്ടുള്ള നിയമവ്യവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ മെയിൻ ഫോക്കസ് തന്നെ നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. ആ ഒരു ചിന്താതി തന്നെ വലിയ തെറ്റാണ്. നിരപരാധി ശിക്ഷിക്കപ്പെടരുത്, ഓക്കെ, പക്ഷെ അതേപോലെ കുറ്റവാളി രക്ഷപ്പെടുകയും ചെയ്യരുത്. കാരണം കുറ്റവാളി രക്ഷപ്പെടുകയാണെങ്കിൽ ആ കുറ്റവാളി വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനെ പണിഷ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഒരു പണിഷ്മെന്റ് ആ കുട്ടിക്ക് വേണ്ടി മാത്രമല്ല, ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ഭയം തോന്നണം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. എന്നാൽ അതേപോലെ നമ്മളും കുറച്ച് നിയമപരമായിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ ദ്രോഹിക്കുമ്പോൾ, വൃദ്ധരെ, അസഹായരായിട്ടുള്ള വ്യക്തികളെ ടോർച്ചർ ചെയ്യുന്ന വ്യക്തികൾ, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു വക്കീലിന്റെ മാത്രം ഡ്യൂട്ടി അല്ല നിയമത്തെ ഉറപ്പുവരുത്തുന്നത്. അത് മൊത്തം ആ ജുഡീഷ്യറി സിസ്റ്റം, ഓക്കെ, പോലീസുകാരുണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, അങ്ങനെ ഇങ്ങനെ കുറെ ഇതുണ്ടെങ്കിലും എല്ലാവരും കുറച്ചും കൂടെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് പറയാൻ എളുപ്പമാണ്, ഒരു ജഡ്ജിന്റെ ബുദ്ധിമുട്ട് ജഡ്ജിനെ അറിയത്തുള്ളൂ. പക്ഷെ എന്നിരുന്നാലും കുറച്ചും കൂടെ ഇതിലൊക്കെ ധാർമ്മികത വന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇനിവേ നമുക്ക് പറയാനല്ലേ പറ്റൂ. ലോകത്തിൽ നിന്നൊക്കെ നമുക്ക് കഴിയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നെങ്കിലും കറക്റ്റായിട്ട് പ്രവർത്തിക്കുക എന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ കലി ഇങ്ങനെ ദ്രോഹം ചെയ്യുന്ന കാളയുടെ ധർമ്മമാകുന്ന കാളയുടെ 4 കാലുകളും തല്ലി ഒടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് 3 കാല് തല്ലി ഒടിച്ചു. അന്നേരം അതും അടുത്തത് മനസ്സിലാക്കേണ്ടത്, മറ്റ് യുഗങ്ങളിൽ, സത്യയുഗത്തിൽ ഈ 4 കാലുകളും ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? സത്യസന്ധത ഉണ്ടായിരുന്നു, ദയ ഉണ്ടായിരുന്നു, പരിശുദ്ധി ഉണ്ടായിരുന്നു, തപസ്യ ഉണ്ടായിരുന്നു. ഓരോ യുഗങ്ങൾ കഴിയുന്തോറും അതായത് സത്യയുഗം കഴിഞ്ഞപ്പോൾ തപസ്യയുടെ കാല് പോയി. ത്രേതായുഗം വന്നപ്പോഴത്തേക്ക് തപസ്യ ഇല്ല. മനസ്സിലായില്ലേ? അന്നേരം ത്രേതായുഗം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദയ, പരിശുദ്ധി, ദ്വാപരയുഗം ആയപ്പോഴത്തേക്ക് ഇതെല്ലാം നശിക്കുകയാണ്. കലിയുഗം ആയപ്പോഴത്തേക്ക് 3 കാലും ഇല്ലാതെയായി ധർമ്മത്തിന്റെ. ഇപ്പോൾ ധർമ്മം നിൽക്കുന്നത് ഒറ്റ കാലിലാണ്. ഏതാ? സത്യസന്ധത. അന്നേരം കലിയുഗത്തിൽ ആരെങ്കിലും സത്യസന്ധരാണെങ്കിൽ, അതായത് പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ, അവരെ ധർമ്മിഷ്ഠരെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഇന്ന് പൊതുവെ കലിയുഗത്തിൽ സത്യസന്ധത എന്ന് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതുപോലും വളരെ അപൂർവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? കാരണം പറഞ്ഞ വാക്കുപോലും തെറ്റിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നിയമവ്യവസ്ഥകൾ വരുന്നതും അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതും ഒക്കെ. കാരണം ഇന്ന് പറഞ്ഞ വാക്ക് പിന്നെ പാലിക്കില്ലെന്ന് ആർക്കും ഒരു ഉറപ്പില്ല. ഓരോ സമയത്തും തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അന്നേരം നമ്മൾ ഭക്തരുടെ ഇടയിൽ പോലും നമ്മൾ വളരെ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. നമ്മുടെ ലാഭത്തിന് വേണ്ടി ഒരിക്കലും അസത്യം പറയാൻ പാടില്ല. അത് ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ എത്രത്തോളം സത്യം പറയുന്നുവോ, സത്യം അനുസരിച്ച് ചിന്തിക്കുന്നോ, സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സത്യത്തെ അംഗീകരിക്കുക എന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ അർഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കുന്നു, അതും തെറ്റാണ്. നമ്മൾ ആ സത്യത്തെ അംഗീകരിക്കുന്നില്ല. അന്നേരം കള്ളം പറയാതിരിക്കുന്നത് മാത്രമല്ല സത്യസന്ധത എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാത്തിലും നമ്മൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല. നമ്മൾക്ക് അർഹിക്കാത്തത് നമ്മൾ തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അന്നേരം കലിയുഗത്തിൽ ഒരേ ഒരു സ്തംഭമേ ഉള്ളൂ, അത് സത്യസന്ധതയാണ്. അതെങ്കിലും നമ്മൾ പാലിക്കാൻ ശ്രമിക്കണം. ഈ സത്യസന്ധതയെ നശിപ്പിക്കുന്ന ദുർഗുണം എന്താണ്? അത്യാഗ്രഹം, ആർത്തി. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കലിയുഗം പ്രോഗ്രസ് ആവുന്നതിന് ആൾക്കാരുടെ ഉള്ളിൽ കാശിനോടുള്ള ആർത്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതിനനുസരിച്ച് അത് കലി എന്താ ചെയ്തുകൊണ്ടിരിക്കും? കലി ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് എങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങളും പ്രവർത്തിപ്പിക്കുന്ന ഓരോരോ ദേവന്മാർ അതിൻ്റെ പുറകിലുണ്ട്. ഓരോരോ ഗ്രഹങ്ങൾക്കും ഇപ്പോൾ ശനിദേവനുണ്ട്, അങ്ങനെ രാഹുദേവനും കേതുദേവനും, അങ്ങനെ ഓരോരോ ആൾക്കാരും അതിൻ്റെ പുറകിലുണ്ട്. സൂര്യദേവൻ, ചൊവ്വാഗ്രഹത്തിൻ്റെ പുറകെ ചൊവ്വാദേവൻ, ബുധൻ,
അങ്ങനെ ഓരോ വ്യാഴത്തിൻ്റെ പുറകെ ബൃഹസ്പതി, അങ്ങനെ അന്നേരം ഓരോരോ ദേവന്മാരുണ്ട്. അന്നേരം ആ ദേവന്മാരാണ് അതിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. അതിന് അതേപോലെ കലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ കലിയുടേതായിട്ടുള്ള പ്രവണതകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രേരണ നൽകിക്കൊണ്ടിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സത്യം, ന്യായം, ദയ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കുന്നത് എന്നത് തന്നെ കലിയുടെ ഒരു പ്രഭാവമാണ്. അങ്ങനെ എല്ലാവരും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ കാലം ഇങ്ങനെ ആയതുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പുരോഗതി വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മളും അങ്ങനെ ആകണമെന്നല്ല. പക്ഷെ സാഹചര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ചില നമ്മുടെ ഭക്തർ പറയും, എല്ലാം ശരിയായിട്ട് എനിക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ കഴിയൂ. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം എന്താ? ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ ധാർമ്മിക കാര്യങ്ങൾക്കുള്ള പ്രചോദനം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അസാധ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് വെറുതെ മിഥ്യയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണോ നമ്മൾ ഇരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ സേവനം ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴെന്താവും? ഭഗവാന്റെ കാരണത്താൽ ഇനി കൂടുതൽ അവസരങ്ങൾ കിട്ടും. അല്ലാതെ എല്ലാം ശരിയായിട്ട് ഞാൻ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാം എന്ന് കരുതി കഴിഞ്ഞാൽ ആ ദിവസം ഒരിക്കലും വരത്തില്ല. മനസ്സിലാവും? കാരണം ഈ കലിയുഗം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ നമ്മൾ ഉള്ള സമയത്ത് ഉള്ള സാഹചര്യത്തിൽ ഭഗവാന്റെ നാമം എത്രത്തോളം ജപിക്കാം, ഭഗവാന് വേണ്ടി സേവനങ്ങൾ എത്രത്തോളം ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. എന്നാൽ ഇവിടെ കലി ഇങ്ങനെ കലിയുടേതായിട്ടുള്ള പ്രവണതകൾ എല്ലാവരുടെ ഉള്ളിലും നിറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധി എങ്ങനെ നഷ്ടപ്പെടുന്നത്? അവിഹിത ബന്ധങ്ങളിലൂടെ. ഒരു വ്യക്തിയുടെ പരിശുദ്ധി, ഒരു സ്ത്രീയുടെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ പാതിവൃത്യവും കന്യകത്വമാണ്. ഒരു ഭർത്താവിൻ്റെ, ഒരാണിൻ്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ഏകപത്നി വ്രതനായിട്ടിരിക്കുന്നതും ബ്രഹ്മചര്യമായിട്ടിരിക്കുന്നതുമാണ്. ഇതാണ് ഒരു വ്യക്തിയുടെ ശുദ്ധി. അന്നേരം ഇത് എത്രത്തോളം പാലിക്കുന്നു അത്രത്തോളം മനസ്സ് ശുദ്ധമായിരിക്കും. അന്നേരം ഇതിൽ എത്രത്തോളം നമ്മൾ മായം കാണിക്കുന്നു അത്രത്തോളം നമ്മുടെ മനസ്സ് അശുദ്ധമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? അന്നേരം ആ ശുദ്ധിയെ നഷ്ടപ്പെടുന്നത് എന്താണ്? അവിഹിത ബന്ധങ്ങളാണ്. അന്നേരം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും സിനിമ, സീരിയല്, TV രംഗങ്ങൾ, എല്ലായിടത്തും പരസ്യങ്ങളാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എല്ലായിടത്തും ഈ അവിഹിത ബന്ധങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു? കാരണം ഒരു വ്യക്തികളുടെ ഉള്ളിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വികാരമാണിത്. അതുകൊണ്ട് അവരുടെ വികാരങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ സിനിമ അവരെ കാണാൻ പ്രേരിപ്പിക്കാൻ പറ്റും. അതിനു വേണ്ടി എന്നിട്ട് അതിലൂടെ അവരുടെ കാശ് തട്ടിപ്പറിച്ചെടുക്കാൻ. അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളെല്ലാവരും. അന്നേരം നമ്മുടെ പ്രവണതകളെ ചൂഷണം ചെയ്യുന്നതിന് പകരം ആ പ്രവണതകളെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുക എന്നതാണ് ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്. അന്നേരം നമ്മുടെ ഈ ബലഹീനതകളെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെ ലൈംഗിക ചുവയുള്ള ഓരോ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന വ്യക്തികൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനോ നമ്മളെ സന്തോഷിപ്പിക്കാനോ ശ്രമിക്കുന്ന വ്യക്തികളല്ല, പക്ഷെ നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് പകരം അങ്ങനെയുള്ള ത്വരകളെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്ത്. അതിനെ കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയബറ്റീസ് ബാധിച്ച ഒരു പേഷ്യൻ്റ്, ആ വ്യക്തി മധുരം കഴിക്കാൻ പാടില്ല. പക്ഷെ മധുരം കഴിക്കാനുള്ള ആഗ്രഹം വളരെ ശക്തമായിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു കഴിക്കാൻ പാടില്ല, ഇത് ശരീരത്തിന് വലിയ ദ്രോഹമായിരിക്കും എന്ന് പറയുന്നു. പക്ഷെ ഒരു വ്യക്തി നമ്മുടെ ആ പ്രവണതയെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ വികാരത്തെ മനസ്സിലാക്കി, എന്നാ കഴിച്ചോളൂ, ആരും കാണത്തില്ല, ആരും അറിയത്തില്ല, ഞാൻ കഴിച്ചോളൂ, എനിക്ക് ഇത്ര രൂപ തന്നാൽ മതി, നിങ്ങൾ ആരും അറിയാതെ എന്നും ഞാൻ നിങ്ങളുടെ ഈ മധുരം എത്തിക്കാം. ഇതേപോലെയാണ് ഇന്ന് ഈ ലോകം നടക്കുന്നത്. നമുക്ക് തോന്നും അവർ നമ്മുടെ വലിയ സുഹൃത്തുക്കളായിട്ട് തോന്നും. കള്ളും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും അതിലടിമയായിട്ട് ജീവിക്കുന്ന വ്യക്തികളെല്ലാം എന്തോ പറയുന്ന ഈ നമ്മുടെ ഉള്ളിലെ ലൈംഗിക ത്വരകളെ ഉദ്വേഗിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ സുലഭ്യമാക്കുന്ന വ്യക്തികളെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കുക.
അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുക. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് അവരുടെ റീച്ച് കൂട്ടാനും അതിലൂടെ അവർക്ക് ആ സോഷ്യൽ മീഡിയയിൽ നിന്നും കാശ് തട്ടിപ്പറിച്ചെടുക്കാനുമാണ് ഒരു ശ്രമം. അതുകൊണ്ട് നമ്മളതൊക്കെ മനസ്സിലാക്കുക. നമ്മളെ യൂസ് ചെയ്യാൻ അനുവദിക്കരുത്. നമ്മളെ യൂസ് ചെയ്യുക, മറ്റുള്ളവർ നമ്മളെ യൂസ് ചെയ്യാൻ പാടില്ല. ഈ ശരീരത്തിനെയും മനസ്സിനെയും ഒരു വള്ളമായി ഉപയോഗിച്ചുകൊണ്ട് അക്കരെ എത്താൻ ശ്രമിക്കുക. ഈ സംസാര സാഗരം മറികടന്ന് അക്കരയ്ക്ക് എത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഇങ്ങനെയുള്ള വ്യക്തികൾ ചൂഷണം ചെയ്ത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കരുത്. നമ്മുടെ ജീവിതം വെച്ച് നമ്മൾ കളിക്കരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഇവിടെ പരീക്ഷൻ മഹാരാജ് എന്ത് ചെയ്തു? വാളെടുത്ത് കലിയുടെ കഴുത്തിൽ വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ആരാണ് പാണ്ഡവരുടെ ഈ വംശത്തിന്റെ കീർത്തിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? കാരണം പാണ്ഡവരുടെ അനുയായികളാണ്, അതായത് ഞാനാണിപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പാണ്ഡവരുടെ കൊച്ചുമകനാണ്. അതായത് എൻ്റെ ഭരണത്തിന്റെ കീഴിൽ നീ ആരാണ് ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്യുന്നത്? നീ ആരായാലും ശരി, നീ എത്ര വലിയ ദേവനാണെങ്കിലും ശരി, നിന്റെ മരണം ഉറപ്പുവാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇത്രയും നമ്മൾ ഇന്നും ഇന്നലെ കഴിഞ്ഞ സത്സംഗവുമായിട്ട് ചർച്ച ചെയ്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു യഥാർത്ഥ ഭരണാധികാരി ഒരിക്കലും ഒരു സാധു വ്യക്തിക്കെതിരെ നടക്കുന്ന അനീതിയെ ഒരിക്കലും സഹിക്കത്തില്ല. ഒരു യഥാർത്ഥ ഭരണാധികാരി ഒരു സാധു ജനങ്ങൾക്കെതിരെ നടക്കുന്ന, സാധു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വ്യക്തികൾ, പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ കാശില്ലാത്തവരെന്നല്ല, ലോകത്തിനെ ദ്രോഹിക്കാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾക്കെതിരെ നടക്കുന്ന അനീതിയെ, അധർമ്മത്തെ ഒരിക്കലും സഹിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പശുക്കളും കാളകളും. പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൃഗമാണ്. എല്ലാ മിണ്ടാപ്രാണികളും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും പശുക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദയവിത് മനസ്സിലാവും. പശുക്കളെ സംരക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം മറ്റു മൃഗങ്ങളെ കൊല്ലാമെന്നല്ല. പക്ഷേ പശുക്കളെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുകൂടെ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്? അത് വളരെ ഡീപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന 3 ശക്തികളുണ്ട്: സത്വഗുണം, രജോഗുണം, തമോ ഗുണം. നമുക്ക് എല്ലാവർക്കും അറിയുന്നു. അന്നേരം സൃഷ്ടി ഉണ്ടാകുന്നത് രജോ ഗുണത്താലാണ്, സംഹാരം ഉണ്ടാകുന്നത് തമോ ഗുണത്താലാണ്. തമോ ഗുണം കൂടുമ്പോഴാണ് അത് നാശത്തിലേക്ക് പോകുന്നത്. രജോ ഗുണത്താലാണ് സൃഷ്ടി നടക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ചുറ്റും കാണുന്നത് എല്ലാം ഈ ത്രിഗുണങ്ങളല്ലാതെ വേറൊന്നുമില്ല. ഓരോ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സംസാരം, ജീവിത രീതി, നമ്മൾ ആസ്വദിക്കുന്ന ഉപഭോഗ വസ്തുക്കൾ, ഇതെല്ലാം ഈ 3 ഗുണങ്ങളിൽ പെട്ടതാണ്. നമ്മൾ ഗീതാ ചക്രവ്യൂഹം ക്ലാസ്സുകളിൽ അത് പഠിച്ചിട്ടുണ്ട്, ഭഗവത്ഗീത ക്ലാസ്സുകളിൽ അത് പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ചുറ്റും കാണുന്നതിലെല്ലാം ഈ 3 ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ 3 ഗുണങ്ങളില്ലാതെ ഈ ലോകത്തിൽ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ആധാരം എന്ന് പറഞ്ഞാൽ ഈ 3 ഗുണങ്ങളാണ്: സത്വഗുണം, രജോഗുണം, തമോ. ഇതിന്റെ പല പല കോമ്പിനേഷനുകളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏതൊരു സൃഷ്ടി നടക്കണമെങ്കിലും അതിന്റെ പുറകിൽ സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്. രജോ ഗുണത്താലാണ് സൃഷ്ടി നടക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ജന്മം ലഭിക്കണമെങ്കിൽ, അവിടെ ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ രജോ ഗുണം വേണം. മനസ്സിലായില്ലേ? രജോ ഗുണത്താലാണ്. ആ ഒരു പാഷനാണ് ഒരു ആണിനെയും പെണ്ണിനെയും ഒന്നിപ്പിക്കുന്നത്, വിവാഹം കഴിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ട് അവർ ഒന്നിക്കുന്നത് രജോ ഗുണത്താലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി തമോ ഗുണം, ആ ബന്ധത്തിൽ തമോ ഗുണം വർദ്ധിക്കുമ്പോഴാണ് ഇരുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവണതയിലേക്ക് പോകുന്നു. അന്നേരം രജോ ഗുണം വർദ്ധിക്കുമ്പോൾ എല്ലാം നശിക്കും. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ എല്ലാം നശിക്കും. സത്വഗുണത്താൽ തുടക്കമിടും, രജോ ഗുണത്താൽ എല്ലാം തീരും. തമോ ഗുണത്താൽ എല്ലാം നശിക്കുകയാണ്, രജോ ഗുണത്താൽ തുടക്കമിടും.
പക്ഷെ ഏതൊരു ബന്ധവും തുടർന്ന് പോകണമെങ്കിൽ സത്വഗുണം വേണം. ഇപ്പോൾ ഉദാഹരണത്തിന്, ക്ഷമിക്കണം ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നത്, ഒരു കുടുംബ ജീവിതത്തിലെ ആധാരം എന്ന് പറയുന്നത് ലൈംഗികബന്ധം മാത്രമല്ലല്ലോ. എല്ലാ ദിവസവും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ രണ്ടുപേരുടെയും ശരീരം നശിച്ചുകൊണ്ടേയിരിക്കും. ഇത് ആൾക്കാർക്ക് ആർക്കും അറിയുന്നില്ല. രണ്ടുപേരുടെയും ശരീരം നശിച്ചുകൊണ്ടിരിക്കും. ഇനി ലൈംഗിക ബന്ധത്തിലൂടെ എപ്പോഴും ഒരു സൃഷ്ടി വരണം, ഒരു കുട്ടി ഉണ്ടാകേണ്ടതാണ്. എന്നിട്ട് അതിന് പകരം ആ കുട്ടി ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് അവരുടെ ആ എനർജിയെ നശിപ്പിച്ചു കളയുന്നു. ഇതും ഒരു അജ്ഞത കാരണം, അതായത് ആ കുട്ടിയെ കൊല്ലുന്നതിൻ്റെ അതേ ഒരു അബോർഷൻ നടക്കുന്നതിൻ്റെ അതേ പാപമാണ് ഉള്ളിലെ എനർജിയെ കളഞ്ഞാൽ ലഭിക്കുന്ന പാപം. കാരണം ഒരു ആണിൻ്റെ ആ വീര്യത്തിന് ഒരു കുട്ടിക്ക് ജന്മം നൽകാനുള്ള പവറുണ്ട്. അതിൽ പല സൂക്ഷ്മ ജീവാത്മാക്കളും ഉണ്ട്. അന്നേരം ആ ജീവാത്മാക്കളെ പുറത്ത് കളയുന്ന സമയത്ത് അവർക്ക് ജന്മം ലഭിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. അന്നേരം ആ ഒരു ശാപവും കൂടെ ആ ഗൃഹസ്ഥ ജീവിതത്തിലുണ്ടാവും, ആ ദമ്പതികൾക്കുണ്ടാവും എന്നുള്ളതാണ്. അത് കാരണം അവരുടെ ജീവിതം കൂടുതൽ കൂടുതൽ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ ഓപ്പൺലി പറയുകയാണ്, ഏത് ദമ്പതികളാണോ ലൈംഗിക ബന്ധത്തിൽ കൂടുതൽ ആസക്തരായിട്ട് ജീവിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം, കൊടും ദാരിദ്ര്യം വന്നുകൊണ്ടേയിരിക്കുന്നത്. കാരണം പുണ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, പ്രത്യേകിച്ച് സന്താനങ്ങളെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കാതെ സ്വന്തം ആസ്വാദനത്തിന് വേണ്ടി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അവരുടെ ജീവിതത്തിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കുന്നുള്ളതാണ്. ഓരോ ലൈംഗിക ബന്ധത്തിൽ അങ്ങനെ ഏർപ്പെടുന്നതിനനുസരിച്ച് ദാരിദ്ര്യം കൂടിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ഒന്ന് സത്പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ല, എന്നിട്ട് ഇങ്ങനെയുള്ള ലൈംഗിക ബന്ധം എപ്പോഴും അധപ്പതനത്തിലേക്കാണ് കൊണ്ടുപോയിക്കുന്നത്. കാരണം പുണ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുണ്യത്തിന് ക്ഷയം സംഭവിക്കും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ. അന്നേരം ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിനെക്കാട്ടിയും വലിയ പാപമാണ് ഉള്ളിലുള്ള ആ വീര്യത്തെ നശിപ്പിക്കുക എന്നത്. ഒരു സ്ത്രീക്കും ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ, ആ ഗർഭത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രവണതയിലൂടെ. ഇതും വലിയ പാപമാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം രജോ ഗുണത്താൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ആകർഷണം തുടങ്ങുന്നു. പക്ഷെ ആ ബന്ധം നിൽക്കുന്നു തമോ ഗുണത്താൽ, നശിക്കുന്നു, നാശത്തിലേക്ക് പോകുന്നു. പക്ഷേ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ സത്വഗുണം വേണം. മനസ്സിലായില്ലേ? അന്നേരം ഒരു ആണും പെണ്ണും ഒന്നിക്കുന്ന സമയത്ത് അവിടെ രജോ ഗുണത്തിന്റെ ഒരു ഭയങ്കര ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ആണും പെണ്ണിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് ആ ബന്ധം തീരുന്നത് തമോ ഗുണത്താലാണ്. കാരണം എന്താ, രജോ ഗുണം ഗ്രാജുവലി തമോ ഗുണമായിട്ട് മാറും. രജോ ഗുണത്തിന് രജോ ഗുണമായിട്ട് നിൽക്കാൻ കഴിയില്ല. അന്നേരം തുടക്കത്തിൽ ഏതൊരു ബന്ധം തുടങ്ങുന്നത് രജോ ഗുണത്താലാണെങ്കിലും അതിനെ സത്വഗുണമാക്കി മാറ്റിയില്ല എങ്കിൽ ആ ബന്ധം അധികകാലം നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസസ് ഉണ്ടാകുന്നത്. കാരണം ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആ രജോ ഗുണത്തിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. രജോ ഗുണം എപ്പോഴും ഷോർട്ട് ടേം ആയിരിക്കും. ആ തുടക്കത്തിൽ ഒരു ഹസ്ബൻഡും വൈഫും ഒരു ദമ്പതികൾ ഒന്നിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്, ഒരു പാഷൻ, പിന്നെ അവർ തമ്മിൽ ഉണ്ടാകത്തില്ല. കാരണം എന്താ, അതില്ല, അത്രയേ ഉള്ളൂ. അവർക്ക് അത്രത്തോളം അട്രാക്ഷനെ പറഞ്ഞിട്ടുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അന്നേരം ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിന് പകരം ആ വ്യക്തി ഉടനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തിയെ കുറ്റപ്പെടുത്തിയിട്ട് നീ ശരിയല്ലാത്തതുകൊണ്ടാണ് ഈ ബന്ധം തകരാറിലാവുന്നത്. അന്നേരം കാരണം അവർക്ക് തുടക്കത്തിൽ ലഭിക്കുന്ന ആ ഒരു ആകർഷണം, ഒരു സുഖം പിന്നെ ലഭിക്കാത്തതുകൊണ്ട് ആ വ്യക്തി ഉടനെ ചിന്തിക്കുന്ന എന്താണ്, ഇത് മുന്നിലുള്ള വ്യക്തിയുടെ അപാകത കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അന്നേരം എന്ത് പറ്റുമെന്നറിയോ, ഈ ഒരു പ്രവണത സത്വഗുണമായിട്ട് മാറണം. എന്താണ് സത്വഗുണം? മുന്നിലുള്ള വ്യക്തി ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണാതെ ആ വ്യക്തി ഒരു ജീവിത പങ്കാളിയാണ്. അന്നേരം എനിക്ക് എൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ വ്യക്തി എൻ്റെ ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ
ആ വ്യക്തിക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതേപോലെ ആ വ്യക്തിയും ചിന്തിക്കും. അന്നേരം ലൈംഗിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം അതൊരിക്കലും, ആ ദാമ്പത്യ ബന്ധം ഒരിക്കലും വിജയിക്കത്തില്ല, ഒരിക്കലും വിജയിക്കത്തില്ല. അവിടെ കൊടും ദാരിദ്ര്യം വരും, കൊടും വഴക്ക് കാണും, എല്ലാം ആകെ കൂടെ പ്രശ്നമാണ്. അന്നേരം അത് സത്വഗുണമായിട്ട് മാറിയെങ്കിൽ മാത്രമേ ആ ബന്ധം നിലനിൽക്കൂ. അന്നേരം സത്വഗുണമായിട്ട് എങ്ങനെ മാറ്റാൻ കഴിയണം? സാത്വിക സാഹചര്യത്തിൽ ജീവിക്കണം. സത്വഗുണം ഉള്ളിടത്ത്, സത്വഗുണം എവിടെയാണ് ഉള്ളത് അവിടുന്നേ നമുക്ക് സത്വഗുണം ലഭിക്കൂ. ഇന്ന് കൂടുതലും സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ആളുകളാണെങ്കിലും എല്ലാവരും രജോ ഗുണത്തിലുള്ളവരാണ്. അങ്ങനെയുള്ള വ്യക്തികളായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ ഉള്ളിലെ രജോ ഗുണമാണ് വർദ്ധിക്കുന്നത്. അന്നേരം രജോ ഗുണം വർദ്ധിക്കുമ്പോൾ എന്ത് പറ്റും? സ്വന്തം ഭാര്യയെ തന്നെ ഇഷ്ടമല്ലാതെ മറ്റു സ്ത്രീകളെ കാണുമ്പോഴായിരിക്കും ആകർഷണം തോന്നുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും അവിഹിത ബന്ധങ്ങൾ നടക്കാനുള്ള കാരണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, സത്വഗുണത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പൊതുവെ പണ്ട് നമ്മൾ പല പുരാണങ്ങളിലും ചരിതം കേൾക്കുമ്പോൾ ദേവന്മാർ ഭഗവാന്റെ അടുത്ത് പറയുന്നില്ലേ, ഭഗവാനെ സന്ധ്യയാകുന്നു, എത്രയും പെട്ടെന്ന് ഇവരെ വധിക്കണം, രാത്രി കഴിഞ്ഞ് ഇവരുടെ സമയമാണ്. അതേപോലെ സത്വഗുണം ആണ് ദൈവിക ചൈതന്യത്തെ വളരാൻ സഹായിക്കുന്നത്. ഗ്രഹണ സമയത്ത് ഏറ്റവും കൂടുതൽ തമോ ഗുണത്തിന്റെ സമയമാണ്. ആ സമയത്ത് നമ്മൾ ദേവാലയങ്ങളെല്ലാം അടയ്ക്കും. കാരണം ഭഗവാൻ ഇഷ്ടമല്ല. ഭഗവാൻ ഇതിനെ ഒന്നും മറികടക്കാൻ കഴിയത്തില്ല എന്നാണോ? അല്ല. ഓക്കെ, താമസിക ശക്തികൾക്ക് വളരാൻ ഒരു അവസരം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അവരും ആഗ്രഹിക്കുന്നു, അതുകൊണ്ട്. പക്ഷെ ആ സമയത്ത് സത്വഗുണത്തെ നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ജപിക്കണം. അതുകൊണ്ട് നിത്യമുള്ള നാമജപം, നിത്യമുള്ള ഈശ്വരാരാധന, നിത്യമുള്ള പാരായണം, ഇതൊക്കെയാണ് സത്വഗുണത്തെ നിലനിർത്തുന്നത്, സാത്വിക ശക്തിയെ നിലനിർത്തുന്നു. അതായത് ആ സാത്വിക ശക്തികളെ ഈ സമൂഹത്തിൽ അതിൻ്റെ അളവ് കൂട്ടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ സത്വഗുണത്തെ വളർത്തുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം? ലോകത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കും. അതായത് ഒരു രോഗത്തിന് ചികിത്സ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? പുറമെ അതിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണോ? അല്ല, ഏറ്റവും അടിവേരിൽ നിന്ന് തന്നെ ഇതിൻ്റെ മെയിൻ കോസ് തന്നെ നമ്മൾ മാറ്റണം. യഥാർത്ഥത്തിൽ ആ രോഗം വരാനുള്ള ആ മൂല കാരണത്തെ കണ്ടുപിടിച്ച് അതിനെയാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം രജോ ഗുണവും തമോ ഗുണവുമാണ്. അതുകൊണ്ട് സാത്വിക ഗുണങ്ങളെ നിലനിർത്താൻ വേണ്ടി നമ്മൾ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയാണ് സത്സംഗങ്ങൾ നടത്തുന്നത്, സങ്കീർത്തനം ചെയ്യേണ്ടത്, പ്രസാദ വിതരണം ചെയ്യേണ്ടത്, സാത്വിക ഗ്രന്ഥങ്ങളെ വിതരണം ചെയ്യേണ്ടത്, സാത്വിക കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് കൊണ്ടുവരണം, സാത്വിക കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ മൂവീസ് വരണം. അതായത് സത്സംഗങ്ങൾ, ഭഗവാന്റെ തിരുനാമ ജപം, ക്ഷേത്ര സന്ദർശനം, ഇതെല്ലാം സത്വഗുണത്തിനെ നിലനിർത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള പ്രക്രിയയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സത്വഗുണത്തെ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു വ്യക്തിത്വമാണ് പശുക്കളും കാളകളും. ഒരു പശുവും കാളയും ഒരിടത്ത് വെറുതെ നിന്നാൽ മതി, എത്രയോ കിലോമീറ്റർ ഏരിയയിൽ സത്വഗുണം നിലനിൽക്കുമെന്നറിയോ? ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഗോസേവ. ഒരു പശുവും കാളയും സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലം, അത് എന്തിനു വേണ്ടി? അവരിൽ നിന്നും പാല് പ്രതീക്ഷിച്ചിട്ടല്ല. അന്നേരം അത് വീണ്ടും രജോഗുണമായി. പശുവിൽ നിന്ന് എത്ര ലാഭം എനിക്ക് കിട്ടുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അത് രജോ ഗുണമായി. അന്നേരം ഒരു കൂട്ടം പശുക്കളെ, ഇവിടെ വേറൊന്നും കൊണ്ട് പറയില്ല കേട്ടോ, ഞാൻ ഇടയ്ക്ക് വെച്ച് ഒരു ഭക്ത ഇങ്ങനെ വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞു ഗോസേവ ചെയ്യണം, ഗോസേവ റെഗുലർലി ചെയ്യണം. അത് അടുത്തുള്ള എവിടെയെങ്കിലും പശുക്കളെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് നിസ്വാർത്ഥമായിട്ട് നോക്കുന്ന പശുക്കളായിരിക്കണം, പാലിന് വേണ്ടി അവരെ വളർത്തുന്ന അതായിരിക്കരുത്. അന്നേരം ഉടനെ മാതാജി പറയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗോലോക ആശ്രമം മാത്രമേ കേരളത്തിൽ അറ്റ്ലീസ്റ്റ്. അത് കേട്ടപ്പോൾ സന്തോഷമുണ്ട്, കുറച്ച് ദുഃഖമുണ്ട്. കാരണം എല്ലാവരും പശുക്കളെ കച്ചവടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാളകളെ ആരും നോക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവരെല്ലാം മാംസത്തിന് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുകയാണ്. അന്നേരം
അത് ഒന്നെന്ന് പറഞ്ഞാൽ സത്വഗുണത്തിൻ്റെ സോഴ്സാണ് ഇവർ. അത് കൂടാതെ അവരെ മാംസത്തിന് വേണ്ടി വിൽക്കുമ്പോൾ അത് വലിയൊരു പാപമാണ്. ഭയങ്കര പാപം എന്ന് പറഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നുള്ളത്. പറയുന്നത് പശുവിൻ്റെയും കാളയുടെയും ദേഹത്ത് എത്ര രോമമുണ്ടോ അത്രയും ജന്മങ്ങൾ അവർ നരകീയ യാതനകൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ആരൊക്കെ? കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, അറക്കുന്നവർ, വിൽക്കുന്നവർ, തിന്നുന്നവർ, പാചകം ചെയ്യുന്നവർ, വിളമ്പുന്നവരൊക്കെ. നാരായണം, വളരെ ഡേഞ്ചറസ് ആണ്. അത്രയും ജന്മങ്ങൾ അവർ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഗോസേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? വലിയ മാജിക് നടക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. നിങ്ങൾ ആ ഗോശാലയുടെ വീഡിയോസ് കാണുന്നതല്ല, നിങ്ങൾ നേരിട്ട് ആ സ്ഥലത്ത് വന്ന് നോക്കണം. ഏതോ വലിയൊരു തീർത്ഥ സ്ഥലത്തിൽ എത്തിയതുപോലെ നമുക്ക് തോന്നും. സത്യം. എന്നിട്ട് ഈ ഗോശാല, ഇത് നമ്മുടെ ഗോശാല പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ. പക്ഷേ സത്യമായിട്ടുള്ള ഒരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് പശുക്കൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് തുടക്കകാലത്ത് നമുക്ക് ആ ഗോശാല കിട്ടിയപ്പോഴേ ഇവിടെ ചിലപ്പോൾ ഫുള്ളൊരു നെഗറ്റീവായിരുന്നു. പശുക്കൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് നെഗറ്റീവ് എനർജീസ് അവിടെ ഫീൽ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയെന്നല്ല തോന്നുന്നു. കാരണം പശുക്കൾ ഭഗവാന്റെ കാര്യത്താൽ വളരെ ഹാപ്പിയാണ്. അവരെല്ലാം എന്തു പറയുന്നത്, സത്യം പറഞ്ഞാൽ നമ്മൾ വൃന്ദാവനത്തിൽ നിന്ന് കൊണ്ടുവന്ന പശുക്കളെയൊക്കെ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുമ്പോൾ നല്ല രസമാണ്. അവർ നല്ലതായി സന്തോഷവതികളായിട്ട് കാണപ്പെടുന്നു. അതിൻ്റെ അർത്ഥം ഭഗവാൻ അവരിൽ ഹാപ്പിയാണ്. ഭഗവാൻ ഹാപ്പിയെങ്കിൽ അവരും ഹാപ്പി. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നിസ്വാർത്ഥമായിട്ട് പശുക്കളെ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? സത്വഗുണം അവിടുന്ന് വലിയൊരു സത്വഗുണത്തിൻ്റെ ഊർജം അവിടെ നിന്നും നിലനിർത്തിക്കപ്പെടും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അന്നേരം ആ സത്വഗുണം നിലനിൽക്കുന്നതോറും എന്ത് പറ്റുമെന്ന് അറിയാം? ദേവന്മാർക്ക് ശക്തി കിട്ടും. ദേവന്മാരുടെ ശക്തി വർദ്ധിക്കും. ദേവന്മാരുടെ ശക്തി വർദ്ധിക്കുമ്പം അധമ ഗുണങ്ങൾ, കലിയുഗത്തിൻ്റെതായിട്ടുള്ള പ്രഭാവം കുറയും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം അതാണ് പശുക്കളുടെ മഹത്വം. അതുകൊണ്ടാണ് പശുക്കളെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്. അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ അവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഭക്ത ചോദിക്കുന്നു, ഗോശാല വീഡിയോ ഒന്ന് ഇടുമോ? ഇതിലിട്ടിട്ടുണ്ട്. ഗോലോകൻ TV യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ മതി. ഗോലോകൻ TVയിലാണ് അത് വരുന്നത് കേട്ടോ. അന്നേരം അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അന്നേരം ഇന്നത്തെ സത്സംഗം നമുക്ക് ഇവിടെ നിർത്താം. ഇന്ന് വൈകുന്നേരം ഭഗവാന്റെ കാരുണ്യത്താൽ മലപ്പുറത്തൊരു സത്സംഗത്തിനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോവുകയാണ്. 2-3 മണിക്കൂർ യാത്രയുണ്ട്. ഒരു ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് ഇന്ന് തന്നെ വരുന്നതായിരിക്കും. അന്നേരം ഇന്ന് ചിലപ്പോൾ മഹാഭാരതം ഇന്ന് കാണത്തില്ല. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദുര്യോധനൻ എങ്ങനെയാണ്, ദുര്യോധൻ യുദ്ധമൊന്ന് ഇനി തിരിച്ചൊന്നും രാജ്യം ഭരിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ദുര്യോധൻ്റെ മനസ്സെങ്ങനെ മാറി എന്ന് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അത് നാളെ വൈകിട്ട് നമുക്ക് കാണാം. ഇനി ശ്രീമദ് ഭാഗവതം നാളെ രാവിലെ നമുക്ക് 6 മണിക്ക് ചർച്ച ചെയ്യാം. ഇതിൻ്റെ തുടർച്ച കേട്ടോ. ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് പറയുന്നത്, നിങ്ങൾക്ക് ഇത് വീഡിയോ ലൈക്ക് ചെയ്യാം. കമൻസിൽ നിങ്ങൾ ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പശുക്കളുടെ മഹത്വം നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് കമൻസിലിടും. കാരണം അത് മനസ്സിലാക്കുന്നതിലൂടെയെങ്കിലും, അത് വായിക്കുന്നതിലൂടെയെങ്കിലും, കമൻസ് വായിക്കുന്നതിലൂടെയെങ്കിലും അവർ കുറച്ച് പേരെങ്കിലും ആ പശുക്കളുടെ മഹത്വം മനസ്സിലാക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന് ഇടയിൽ തോന്നുന്നു. അന്നേരം ആ സത്വഗുണത്തെ നിലനിർത്തുന്ന മൃഗമാണ് പശുക്കൾ. മൃഗമെന്ന് പറയാൻ കഴിയില്ല, നമ്മുടെ അമ്മയാണ്. കാരണം മുലപ്പാൽ നമ്മൾ കുറച്ച് വർഷങ്ങളെ കുടിക്കാറുള്ളൂ. പക്ഷേ പശുവിൻ്റെ പാല് ജീവിതാന്ത്യം വരെ നമ്മൾ കുടിക്കാറുണ്ട് അല്ലേ? അതുകൊണ്ട് എന്നെന്നും നമ്മുടെ അമ്മ എന്ന് പറയുന്നത് ഗോമാതാവാണ്. അന്നേരം ഗോമാതാവ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കാരുടെ മാത്രം
ജീവിയല്ല, പാർട്ടിക്കാരുടെ മാത്രം അമ്മയല്ല. നമ്മളെല്ലാ പാർട്ടിക്കാരുടെയും, എല്ലാ ജാതിയിലുള്ളവരുടെയും, എല്ലാ മതക്കാരുടെയും എന്നെന്നുമുള്ള അമ്മയാണ് ഗോമാതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കാളയെ ദ്രോഹിക്കരുത്. ഭയങ്കര പാവമല്ലേ, അവരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ദ്രോഹിക്കാൻ തോന്നുന്നു? നിങ്ങൾ കണ്ടില്ലേ, അവിടെ പശുക്കളെ ആരും കെട്ടാറില്ല, ഇങ്ങനെ രാത്രി മാത്രമേ കെട്ടാറുള്ളൂ. അവരിങ്ങനെ തുറന്ന് ഇങ്ങനെ വിടും. അവരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ എന്താ രസം അല്ലേ. വളരെ സാധു ജീവികളാണ്. അന്നേരം ഒരു വളരെ പാവം ജീവികളാണ്. അന്നേരം അവരെ നമ്മൾ സംരക്ഷിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വടക്കുന്നാഥൻ്റെ അനുഗ്രഹത്താൽ 2 ദിവസം മുമ്പേ ഒരു പാവം പശു വടക്കുന്നാഥൻ്റെ അവിടെ ഉണ്ടായിരുന്നതാണ്. ആരും നോക്കാനില്ലാതെ ഇരിക്കുകയാണെന്ന് നമ്മളെ അറിയിച്ചു. അന്നേരം ഭക്തരെല്ലാവരും കൂടി ചേർന്ന് അവരെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ഈ അത് വീഡിയോയിൽ കണ്ടില്ലേ, ശ്യാമ എന്നൊരു പേര് കിട്ടും അല്ലേ. പാവം അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എത്രയോ, അതായത് ഏകദേശം 10-15 വർഷങ്ങളായിട്ട് തെരുവിൽ ഇങ്ങനെ നടക്കുന്നതായിട്ട് പല ആൾക്കാരും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തുമല്ലേ, നേരെ ചൊവ്വ ഭക്ഷണമില്ല, ഒന്നുമില്ല. ഹരേ കൃഷ്ണ. എന്നിട്ട് എൻ്റെ കഴുത്തിലൊരു കട്ട് ചെയ്തതിൻ്റെ ഒരു മുറിവുണ്ട്. ആരോ അതിനെ അറക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. എന്താ ചെയ്യാല്ലേ. അതിനെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഇപ്പോൾ ഭഗവാന്റെ കാരണത്താൽ ഹാപ്പിയാണെന്ന് തോന്നുന്നു അല്ലേ. അന്നേരം എത്രത്തോളം കാലം അവരുണ്ടോ അത്രത്തോളം കാലം നമ്മളവരെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി അല്ലേ. അതിനുവേണ്ടി ജഗത്തിൻ്റെ മുഴുവൻ നാഥനായ സാക്ഷാൽ ഗോപാലനായ ഗുരുവായൂരപ്പനുണ്ടല്ലോ, നമ്മളല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അന്നേരം അദ്ദേഹത്തിന് ആ ഒരു പശുക്കൾക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും ആ ഗോപാലൻ തന്നെയാണ് നോക്കുന്നത് അല്ലേ. അന്നേരം അതേ ഗോപാലൻ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരിപാലകനാണ്. അതുകൊണ്ട് സത്യം കുറച്ച് നാളുകൾക്ക് മുമ്പേ ഞാൻ വലിയ ടെൻഷനിലായിരുന്നു. കാരണം മാസം തോറുള്ള ഗോശാലയുടെ ചെലവും അതൊക്കെ, പക്ഷെ ഒരിക്കൽ പോലും ഭഗവാൻ മുടക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഭഗവാന്റെ വലിയൊരു അന്നേരം അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതൊരിക്കലും വെറുതെ ആവത്തില്ല. അതുകൊണ്ട് നമ്മുടെ വലിയൊരു സ്വപ്നമായിരുന്നു. കാരണം കേരളത്തിൽ വലിയൊരു ഗോശാല, നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാടുണ്ട്. വളരെ മനോഹരമായിട്ട് 1000 പശുക്കൾ, 15,000, 20,000 പശുക്കളെ വരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായിട്ട് ഗോശാല ബർസാനയിലൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷം. അന്നേരം നമ്മളും ആഗ്രഹിച്ചിരുന്നു കേരളത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് പശുക്കളെങ്കിലും സംരക്ഷിക്കണം. ഗുരുവായൂരപ്പൻ്റെ കാരണത്താൽ ഭഗവാൻ അതിനുള്ള അവസരം നൽകി. അതിനുള്ള ക്ഷമതയും ഭഗവാൻ തന്നെയാണ് നൽകുന്നത്. അതിനെ നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാം ഭഗവാനും നിങ്ങളെപ്പോലുള്ള നല്ല ഭക്തരുടെയും സഹായത്താലാണ്. ഒരുപാട് നന്ദി. അന്നേരം നമ്മുടെ നാട്ടിലും കേരള മണ്ണെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് ഉയർന്നു ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികൾ ജീവിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെയും നല്ല ഗോശാല വരണം. എൻ്റെ ആഗ്രഹം നമ്മുടെ ഈ സ്ഥലത്ത് മാത്രമല്ല, എല്ലാ ജില്ലകളിലും ഗോശാലകൾ വരണം. അവിടെയെല്ലാം പശുക്കളെ നന്നായി സംരക്ഷിക്കണം എന്ന് നമ്മൾ ശ്രമിക്കണം. അന്നേരം ആ നിസ്വാർത്ഥതയുടെ വിത്ത് എല്ലായിടത്തും നമ്മൾ ഇടണം. നമ്മുടെ കുട്ടികൾ ആ പശുക്കളെ കാണുമ്പോൾ അവരുടെ ഉള്ളിലും പശുക്കളെ ഒന്ന് തൊട്ടാൽ മതി, പശുക്കളെ ഒന്ന് കണ്ടാൽ മതി, നമ്മുടെ ഉള്ളിൽ സത്വഗുണം വരും എന്നുള്ള. അത്രയ്ക്ക് പവർഫുള്ളാണ് പശുക്കളും കാളകളും. അവരുടെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ സത്വം അല്ലേ. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ അവരുടെ വീഡിയോ കാണുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം നിറഞ്ഞു വരും എന്നുള്ള. അന്നേരം എത്ര ടെൻഷൻ അടിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിലും പശുക്കളുടെ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക എനർജി വരും എന്നുള്ള. എത്ര ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ പോലും അതാണ് പശുക്കളുടെയും കാളകളുടെയും പവർ. അന്നേരം അങ്ങനെയുള്ള സാധു ജീവികളെ നമ്മൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും കഴിക്കാൻ പാടില്ല. ഇതേപോലെയാണ് എല്ലാ ജീവികൾക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. പക്ഷെ ഏറ്റവും കുറഞ്ഞ പക്ഷം പശുക്കളെയും കാളകളെയെങ്കിലും നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ കഴിവിൻ്റെ പരമാവധി. അവർക്ക് വേണ്ടി ചിലവാക്കുന്ന രൂപ ഒരിക്കലും ഒരു പാഴ് ചിലവായിട്ട് നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ കുടുംബാംഗങ്ങൾ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ എന്തെങ്കിലും ചിലവ് ചെയ്യുന്ന സമയത്ത്
അതൊരു അധിക ചിലവായിട്ട് നമ്മൾ കാണാറില്ലല്ലോ, അതൊരു ഭാരമായിട്ട് നമ്മൾ കാണാറില്ലല്ലോ. അതേപോലെ പശുക്കളെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അത് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. വേറെ ഒരു വ്രതങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിലും, വേറെ ഒരു വഴിപാടുകൾ ചെയ്തില്ലെങ്കിലും, വേറെ ഒരു പൂജാതി കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിലും നമ്മൾ പശുക്കളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഗ്രഹദോഷങ്ങൾ നമ്മളെ അടുക്കത്തില്ലെന്നുള്ള, ഒരു ശത്രുദോഷവും നമ്മളെ അടുക്കത്തില്ല. ഏത് നടക്കാത്ത കാര്യവും നടക്കും എന്നുള്ളതാണ് ഗോസേവ ചെയ്തു കഴിഞ്ഞാൽ. അതും പ്രത്യേകിച്ചും നമ്മുടെ കൈകൊണ്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിൽ പരം പുണ്യം ഈ പ്രപഞ്ചത്തിൽ വേറൊന്നുമില്ലെന്നുള്ള. നമ്മുടെ കൈ കൊണ്ട് അവരെ ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ സത്യം ഇതൊക്കെ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. കാരണം ഗുരുവായൂരപ്പന് ഇഷ്ടമുള്ള ആൾക്കാരെ നമുക്ക് ഇഷ്ടമാകുമ്പോൾ ഗുരുവായൂരപ്പനും വലിയ ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ സത്യം പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ വഴിപാടുകൾ ചെയ്തുകൊണ്ടോ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. ആളും ഓക്കെ ഹാപ്പി ആവും അത്. പക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് അദ്ദേഹത്തിന്റെ പശുക്കളെ സംരക്ഷിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഭക്തരെ സന്തോഷിപ്പിക്കണം. കാരണം ഗുരുവായൂരപ്പൻ ഗർഭഗൃഹത്തിലല്ല യഥാർത്ഥത്തിൽ ഇരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും ഇരിക്കുന്നത് പശുക്കളുടെ മധ്യത്തിലാണ്. പശുക്കളുടെ മധ്യത്തിലാണ് ഭഗവാൻ എപ്പോഴും ഇരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി രാധാറാണി, ആദിപരാശക്തിയായ ശ്രീമതി രാധാറാണി, ആദി ലക്ഷ്മിയായ ശ്രീമതി രാധാറാണി, ആദി ദുർഗയായ രാധാറാണി, രാധാറാണി എപ്പോഴും പശുക്കളുടെ സംരക്ഷണമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഭഗവാനും അതാണ് ചെയ്യുന്നത്, ഭഗവതി അത് തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ഗോസംരക്ഷണമാണ്. പശുക്കളെ കറക്കുക, തൊഴുത്തൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക, ഇതൊക്കെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇനി സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളവിടെ കുറച്ച് ആൾക്കാരെ ഉണ്ട് പശുക്കളുടെ കാര്യം നോക്കാൻ. പക്ഷെ ഇനി മുന്നോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, നമ്മുടെ ആശ്രമത്തിലെ സർവീസ് പോലെ തന്നെ ആഴ്ചതോറും നിങ്ങൾക്ക് വന്ന് ഗോസേവ ചെയ്യാം. അവിടെ പശുക്കളെ കുളിപ്പിക്കാം, പശുക്കളെ ക്ലീൻ ചെയ്യിപ്പിക്കാം. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് അങ്ങനെ മെല്ലെ ഒരു ഷെഡ്യൂൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഭഗവാൻ നിശ്ചയിക്കട്ടെ. ആ ഒരു സൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണൻ. നിങ്ങൾ കഴിഞ്ഞ ഗോലോൺ TV-യിൽ ആ വീഡിയോ കണ്ടില്ലേ? നമ്മളെല്ലാവരും അവിടെ ഇങ്ങനെ ഒരു പിക്നിക് പോലെയായിരുന്നു. പശുക്കളെ ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ അവിടെ തന്നെ ഭക്ഷണമൊക്കെ പാചകം ചെയ്തു, പ്രസാദം എല്ലാവരും കഴിച്ചു. അന്നേരം പശുക്കൾക്കും പറ്റുന്ന പോലെ പഴമൊക്കെ നൽകി. അന്നേരം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങൾ വരുമ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ പൊതുവേ കല്യാണത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും ഒരുപാട് അസൂയുള്ള ആൾക്കാരെ ക്ഷണിക്കുന്നതിന് പകരം ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും ഉത്തമ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭക്ത കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് പശുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ സഹായിക്കുക എന്നതാണ്. അതിലൂടെ എന്ത് പറ്റും? അസൂയാലുക്കളായിട്ടുള്ള വ്യക്തികളെ വിളിച്ചു കഴിഞ്ഞാൽ അസൂയ മൂത്ത് അവർ ശപിച്ചിട്ട് പോകുമ്പോൾ പുറമേ കൺഗ്രാജുലേഷനൊക്കെ പറയും. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണെങ്കിൽ പോലും എന്തായിരിക്കാം, നമുക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടത്തേ ഉള്ളൂ. നമ്മൾ പുണ്യം കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ അസൂയ കുശുമ്പുള്ള ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ അഹങ്കാരം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പുണ്യം ക്ഷയിക്കും, അവരുടെ അസൂയനെയും വർദ്ധിക്കും, ഉള്ളതും കൂടെ പോവും, അധികകാലം നിലനിൽക്കത്തുമില്ല. അതിന് പകരം അതുകൊണ്ട് പല ആൾക്കാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വീട് പാല് കാച്ചി കഴിഞ്ഞിട്ട് 1 മാസം പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. 1 മാസം പോലും നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലോകമാണിത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും സേഫായിട്ട് കളിക്കുക. എന്തുവാ? ഭഗവാന്റെ സേവനം ചെയ്യുക, ഗോസേവ ചെയ്യുക, ജീവിതാന്ത്യം വരെ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഭക്തൻ ചോദിക്കുന്ന ഗോശാല എവിടെയാണ്? മായന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയാണ്. നിങ്ങൾ വരാൻ, ഗോശാല സന്ദർശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഗോലോൺ ട്രസ്റ്റിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ശ്രീരാം പ്രഭുവിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, ഗ്രൂപ്പിൽ അറിയിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എപ്പം വേണമെങ്കിലും വരാം. പിന്നെ ഭയങ്കര രസമാണ് അവരെ കുളിപ്പിക്കുന്നതൊക്കെ, അവരുടെ ചാണകം കോരുന്നതൊക്കെ ഭയങ്കര രസമാണ്. കാരണം ഭഗവാൻ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താമസിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ
അത് താമസിക്കാൻ എന്തോ അവിടെ ഒരു ടെന്റ് അടിച്ച് താമസിക്കുക, അത്രേ ലളിതമായിട്ടുള്ള ജീവിതം, ഉയർന്ന ചിന്താഗതി. മുന്നോട്ട് നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. അവിടെ ഒരു ഗ്രാമപ്രദേശമാണല്ലോ, അന്നേരം ആ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗിയിൽ താമസിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ പിന്നെ രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയായിരുന്നു ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തത്. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് അവിടെ എത്തി. എന്നിട്ട് അവിടെ കുട്ടികളും എല്ലാവരും കളിക്കുമായിരുന്നു. ഞാൻ കളിച്ചില്ലെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. വീഡിയോയിൽ നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു, എന്നെപ്പോലെ ഇരിക്കുന്ന ആരോ കളിക്കുന്നതായിട്ട് കണ്ടു. അതാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അന്നേരം പിന്നെ പിന്നെ എല്ലാവരും അവിടെ പാചകം ചെയ്ത് ഭഗവാനെ നിവേദിച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ പ്രസാദമൊക്കെ കഴിച്ചു. പശുക്കളും ഹാപ്പി, നമ്മൾ ഹാപ്പി. ഇതാണ് ഭഗവാനുമായിട്ടുള്ളൊരു ദിവസം. ഭഗവാൻ വൃന്ദാവനത്തിൽ എപ്പോഴും ഇങ്ങനെയാണ്. ഭഗവാൻ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ കളിക്കാൻ പോവും. പശുക്കളെല്ലാം ഒരു ഭാഗത്ത് പശുക്കളെല്ലാവരും ഇങ്ങനെ മേയ്ക്കാനായിട്ട് പോവും. എന്നിട്ട് ബാക്കി കൂട്ടുകാരെല്ലാവരും തമ്മി ഇങ്ങനെ പല പല കളി ചിരി തമാശകളൊക്കെ പറഞ്ഞ് ഭഗവാന്റെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒത്തൊരുമിച്ച് ഭഗവാന്റെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോവും. അന്നേരം ഇതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ജീവിതം, ഉയർന്ന ചിന്താഗതി. ഇതിൽ ലഭിക്കുന്ന ഒരു സന്തോഷം, ആ ഒരു ദിവസത്തിൻ്റെ സന്തോഷം എത്രയോ കാലം നിലനിൽക്കുന്നുള്ള. നമ്മളെല്ലാവരും ഓട്ടത്തിൻ്റെ ഇടയിലാണ്. ഓട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചില ബ്രേക്സ് എന്നേക്കുമായിട്ടും നല്ലതായിരിക്കും. നമ്മുടെ ഉള്ളിൽ ആ സത്വഗുണത്തിൻ്റെ ഒരു വലിയൊരു സോഴ്സ് ആയിരിക്കും ഇതൊക്കെ. അന്നേരം നമുക്ക് ശാന്തി, സത്വഗുണം ലഭിച്ച ഉടനെ തന്നെ ശാന്തി, സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നു. ഹരേ കൃഷ്ണ. അന്നേരം ഇനി നമുക്ക് നാളെ രാവിലെ സത്സംഗത്തിൽ കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.